കൂട്ടായ്മയുടെ സഹായത്തിൽ ഇന്ന് ദിവസം മദ്യവെച്ചിട്ടില്ല. എൻ്റെ പേര് ഷിബു. എല്ലാവർക്കും ഹായ്. ഹായ്. നമ്മൾ സാധാരണ സിനിമച്ചുകളിൽ ബിഗ് ബുക്കിലെ സോറി നമ്മുടെ ചരിത്രത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പൊ നേരിട്ട് ആ ബുക്കിലേക്ക് തന്നെ പോവുകയാണ്. എഡിറ്റിംഗ് ദ മാനുസ്ക്രിപ്റ്റ്. ആൽക്കോളിക്സ് അനോണിമസിന്റെ ബുക്ക് നമുക്ക് 1939 ഏപ്രിൽ മാസമാണ് പ്രസിദ്ധീകരിച്ചത്. അതിന് തൊട്ട് മുമ്പുണ്ടായ മാസങ്ങളിൽ സംഭവിച്ച കാര്യങ്ങളാണ് നമ്മൾ ഞായറാഴ്ചകളിൽ ശനിയാഴ്ചകളിലൊക്കെ ആയിട്ട് മാറി മാറി ഇങ്ങനെ ചർച്ച ചെയ്യുക. ഏകദേശം ബിഗ് ബുക്കിന്റെ പ്രിന്റിങ്ങിലേക്ക് അല്ലെങ്കിൽ ബിഗ് ബുക്ക് പ്രസിദ്ധീകരിക്കുന്നതിലേക്ക് നമ്മൾ അടുക്കാറായി. ഇപ്പൊ ജനുവരി ഫെബ്രുവരി മാർച്ച് 1939 മാനുസ്ക്രിപ്റ്റ് അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ചയൊക്കെ കണ്ടു. അതായത് ഓൾറെഡി കഥകളെല്ലാം അധ്യായമെല്ലാം എഴുതി കഴിഞ്ഞിരിക്കുന്നു. റൂത്ത് ഹോക്ക് എന്ന് പറയുന്ന നമ്മുടെ സെക്രട്ടറി അത് പ്രിന്റ് ചെയ്തിരിക്കുന്നു, ടൈപ്പ് ചെയ്ത് എല്ലാം കോപ്പി റെഡിയാണ്. ഇനി അത് കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ട പോലെ എഡിറ്റേഴ്സിന് കൊടുക്കാനായിട്ട് ബോർഡിൽ നിന്ന് അല്ലെങ്കിൽ ആൽക്കോളി ഫൗണ്ടേഷനിലെ ട്രസ്റ്റിമാരെല്ലാം അപ്രൂവ് ചെയ്യാണ്. ബോർഡ് അപ്പൊ ആൽക്കോളി ഫൗണ്ടേഷൻ എന്ന് പറയുന്ന അന്നത്തെ കാലത്ത് ഇന്നത്തെ ജനറൽ സർവീസ് ഓഫീസിന് പകരമായിട്ടുള്ള, അല്ലെങ്കിൽ പകരം എന്ന് പറഞ്ഞാൽ അതിന് മുമ്പുള്ള അതിന് മുമ്പുള്ള രൂപം എന്ന് പറയുന്നത് ആൽക്കോളി ഫൗണ്ടേഷൻ ആണ്. അപ്പൊ അവര് അംഗീകാരം കൊടുക്കുകയാണ്. അപ്പൊ നേരിട്ട് ഞാൻ ബുക്കിലേക്ക് പോകണം. എഡിറ്റിംഗ് ദ മാനുസ്ക്രിപ്റ്റ്, ജനുവരി ടു മാർച്ച് 1939. മാനുസ്ക്രിപ്റ്റ് എഡിറ്റിംഗ് ചെയ്യുന്നതിനെ പറ്റി ജനുവരി ഫെബ്രുവരി മാർച്ച് 1939. ഹാങ് പി had spoken with Tom Ussel sometimes just before Thanksgiving, and they agreed that once the manuscript was completed, he would review the format of the book and then turn it over to Janet Blair for further editing. അപ്പൊ ഹാങ് പി ഇതിനോടകം തന്നെ ടോം യൂസൽ എന്ന് പറയുന്ന എഡിറ്ററോട് ഒന്നില്ലെങ്കിൽ താങ്ക്സ് ഡേക്കോ അതിനു മുമ്പോ സംസാരിച്ചു. അദ്ദേഹം എഗ്രി ചെയ്തു, ഈ മാനുസ്ക്രിപ്റ്റ് പൂർത്തിയാകുമ്പോൾ ഞാനത് എഡിറ്റ് ചെയ്ത് തരാം, അതിനുശേഷം ജാനറ്റ് ബ്ലെയർ എന്ന് പറയുന്ന മറ്റൊരു എഡിറ്റർക്ക് ഫർദർ എഡിറ്ററിങ്ങിനായിട്ട് കൊടുക്കാം എന്ന് പറഞ്ഞു. അപ്പം യൂസൽ ഫൈനലി റിസീവ്ഡ് ദ മാനുസ്ക്രിപ്റ്റ്. യൂസല് മാനുസ്ക്രിപ്റ്റ് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഏർലി ജനുവരി മാസമാണ് അദ്ദേഹത്തിന്, ജനുവരിയുടെ തുടക്കത്തിലാണ് അദ്ദേഹത്തിന് കിട്ടുന്നത്. ഹിസ് ഫസ്റ്റ് റിയാക്ഷൻ വാസ് എക്സ്ട്രീംലി പോസിറ്റീവ്. അത് വളരെ പോസിറ്റീവായിട്ടാണ് അതിനോട് അദ്ദേഹം പ്രതികരിച്ചത്. ബട്ട് ഹി ഓൾസോ മേഡ് ദ ക്രിട്ടിക്കൽ കമന്റ് ദാറ്റ്, അദ്ദേഹം ഒരു ക്രിട്ടിക്കലായിട്ടുള്ള ഒരു വിമർശനാത്മകമായിട്ടുള്ള ഒരു കമന്റ് കൂടി അതിന് പറഞ്ഞു. ദ ഹോൾ ബുക്ക് നീഡ് എ ഫൈനൽ ഷേപ്പിംഗ് ബൈ എ പ്രൊഫഷണൽ ഹാൻഡ്. അതായത് ഈ മൊത്തത്തിലുള്ള ഈ ബുക്ക്, ആൽക്കോളിസൻസിന്റെ ബുക്ക് ഒരു ഫൈനൽ ഷേപ്പിങ്ങിന്, ഒരു പൂർണ്ണ രൂപത്തിൽ വരുന്നതിന് ഒരു ഷേപ്പ് ചെയ്യേണ്ടതുണ്ട്. അത് ചെയ്യേണ്ടത് പ്രൊഫഷണൽ ഹാൻഡ് ആയിരിക്കണം. ഇത്തരം എഡിറ്റിംഗ് ഒക്കെ അറിയാവുന്ന, തൊഴിലറിയാവുന്ന ആളുടെ കൈകളിലൂടെ ആയിരിക്കണം. ഒബിയസ് പിച്ച് ഫോർ ഹിസ് ഓൺ സർവീസ്. അതെ, അദ്ദേഹത്തിന്റെ സേവനത്തിനുള്ള അദ്ദേഹത്തിന്റെ സ്ഥലമാണത്. അത് പിച്ച് എന്ന് പറഞ്ഞാൽ കളിസ്ഥലം എന്നുള്ള രീതിയിലാണ്. അപ്പൊ എഡിറ്റർ എന്നുള്ള ടോം യൂസൽ എന്ന പ്രസിദ്ധനായിട്ടുള്ള ഒരു എഡിറ്ററാണ് അമേരിക്കയിലെ. ഹാങ് റിപ്പോർട്ടഡ് ദിസ് ടു ബിൽ, നോട്ടിംഗ് ദാറ്റ് യൂസൽ went on at a considerable length into mechanical details. ഹാങ് ബില്ലിനോട് പറഞ്ഞു, ടോം യൂസൽ ഇതിനെ പറ്റി ഒരു മെക്കാനിക്കൽ ഡീറ്റെയിൽസ്, പൊതുവായിട്ടുള്ള ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് പരിഗണിക്കുകയാണ്. ഓഫ് ദിസ് ഷേപ്പ് ചെയ്യുന്നതിനെ പറ്റി. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഹി വാസ് നോ മോർ സ്പെസിഫിക് ദാൻ ഇറ്റ് ഇൻ ഹിസ് ലെറ്റർ. അതായത് എന്തൊക്കെയാണ് ഷേപ്പ് ചെയ്യുന്നതെന്നൊന്നും ആ ലെറ്ററിൽ കൃത്യമായി പറഞ്ഞിട്ടില്ല. ടെല്ലിംഗ് വിൽസനോട് ഇങ്ങനെ പറയുന്നുണ്ട്, ഐ വിൽ നോട്ട് ബോദർ യു, ഞാൻ നിന്നെ ശല്യപ്പെടുത്തുന്നില്ല, വിത്ത് ദോസ് ഡീറ്റെയിൽസ് നൗ. അതിനെപ്പറ്റി കൃത്യമായിട്ട് നീ എന്തൊക്കെയാണ് ഷേപ്പ് ചെയ്യാനുള്ളത് നിന്നോട് പറഞ്ഞ് ഞാൻ നിന്നെ ശല്യപ്പെടുത്തുന്നില്ല. ദാറ്റ് വാസ് ആൻ അൺഫോർച്ചുനേറ്റ് ഒമിഷൻ. വി വുഡ് ലവ് ടു നോ സം ഓഫ് ദോസ് ഡീറ്റെയിൽസ് ടുഡേ. അതായത് അതൊരു വിധി, അൺഫോർച്ചുനേറ്റ്, നിർഭാഗ്യമായ ഒമിഷൻ അല്ലെങ്കിൽ ഒഴിവാക്കലുകളായിരുന്നു. നമുക്കൊരു ദിവസം അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയി നിന്നെ ഞാൻ അറിയിക്കാം. അത് നിന്നെ അറിയിക്കുന്നതിൽ എനിക്ക് വളരെയധികം സ്നേഹമുണ്ട്, ഞാനത് അറിയിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ടോം യൂസൽ ഹാങ്കിനോട് പറയുന്നതും ആ ലെറ്ററിൽ തന്നെ ബിൽ ഡബ്ല്യുവിനോട് സൂചിപ്പിക്കുന്നതും. കോൺഫ്ലിക്റ്റിംഗ് അക്കൗണ്ട്സ് ഓഫ് ടോം യൂസൽസ് കോൺട്രിബ്യൂഷൻ. അപ്പൊ ടോം യൂസലിന്റെ, ഈ എഡിറ്റർ ആയിട്ടുള്ള ടോം യൂസലിന്റെ സംഭാവനകൾ
അതിനെ പറ്റിയുള്ള കോൺഫ്ലിക്റ്റിംഗ് അക്കൗണ്ട്, ആശയക്കുഴപ്പമുണ്ടാക്കുന്ന അക്കൗണ്ടിനെ പറ്റിയാണ് പറയുന്നത്. ഇൻ ദ പാസ്റ്റ്, മുൻകാലങ്ങളിൽ there has been significant confusion, അതിനകത്ത് ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു. ഓവർ ദ എക്സ്റ്റെന്റ് ഓഫ് ദ ചേഞ്ചസ് ടോം യൂസൽ മേഡ് ടു ദി ടെക്സ്റ്റ് ബുക്ക് ഓഫ് ദി ബുക്ക്. അതായത് ഈ ബുക്ക് എന്ന് പറയുന്ന ഈ പുസ്തകത്തിലും ടോം യൂസലും കുറെ മാറ്റങ്ങൾ വരുത്തി എന്നുള്ള ആശയക്കുഴപ്പങ്ങൾ നേരത്തെ മുതലുണ്ട്. വി ഹാവ് ഡയറക്റ്റ് ടെസ്റ്റിമോണി ഓൺ ദിസ് ഇഷ്യൂ ഫ്രം ബിൽ വിൽസണിൽ നിന്നും ബിൽ വിൽസൺ, റൂത്ത് ഹോക്ക് ആൻഡ് ജിം ബോർവെൽ. നേരിട്ടുള്ള സാക്ഷ്യപ്പെടുത്തൽ ബിൽ വിൽസണും റൂത്ത് ഹോക്കും ജിം ബോർവെലും ഇതിനെപ്പറ്റി നമുക്ക് നൽകിയിട്ടുണ്ട്. 3 people who were present or close to that process at that time. ഇവർ 3 പേരുമായിരുന്നു, അതായത് ജിം ബോർവെലും റൂത്ത് ഹോക്കും ബിൽ വിൽസണുമായിരുന്നു ഇത്തരം എഡിറ്റിംഗ് പ്രോസസ്സിൽ ആ സമയത്ത് അവരോടൊപ്പം ചേർന്ന് നിന്നത്. ബട്ട് ദെയർ വേർഷൻ ഓഫ് ദ സ്റ്റോറി സബ്സ്റ്റൻഷ്യലി കോൺട്രഡിക്ട് ഈച്ച് അതർ. അപ്പൊ ഇവര് പറയുന്ന ഈ കഥ, ഈ എഡിറ്റിംഗിന്റെ കഥ പരസ്പര ചില വിരുദ്ധതയൊക്കെ ഉണ്ട്. ആർ ഫർദർ ട്രെയിനഡ് ബൈ ദെയർ ജനറൽ അൺറിയലബിലിറ്റി വെൻ ഇറ്റ് കംസ് ടു എനിത്തിങ് ലൈക്ക് ഹിസ്റ്റോറിക്കൽ ആക്യുറസി ഇൻ റിലേഷൻ ടു ഡീറ്റെയിൽസ്. അതായത് ഇവർ 3 പേരും പറയുന്ന ഈ ഒമിഷൻ, അല്ലെങ്കിൽ ഒഴിവാക്കലുകളെ കുറിച്ച് പരസ്പരം പറയുന്നതിൽ ചെറിയൊരു വൈരുദ്ധ്യമുണ്ട്. കാരണം നമ്മൾക്ക് ആ പറയുന്നതിന് ചരിത്രപരമായിട്ടുള്ള തെളിവുകളില്ല, അല്ലെങ്കിൽ അത് ആകണമെങ്കിൽ നമുക്ക് അതിന് തെളിവ് ലഭിക്കണം. അപ്പൊ നമുക്ക് തെളിവുകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഹിസ്റ്റോറിക്കൽ ആക്യുറസി, അല്ലെങ്കിൽ ചരിത്രപരമായ ആക്യുറസി അതിനില്ല, അത്തരം ഡീറ്റെയിൽസുകൾക്ക്. ഇൻ ഹിസ് 1947 സ്പീച്ച് അറ്റ് ഹോപ്പ് മോണർ, 1947 ഹോപ്പ് മാനറിലെ തന്റെ പ്രസംഗത്തിൽ, വൺ ദാറ്റ് വാസ് ഫുൾ ഓഫ് ഹിസ്റ്റോറിക്കൽ ഇൻആക്യുറസി, അതിനും ചരിത്രപരമായിട്ടുള്ള ഒരു ആക്യുറസി ഇല്ല, കൃത്യതയില്ല. ആൻഡ് ഇറ്റ് സബ്സിക്വന്റ് റിവിഷൻ ആസ് ദ ഇവാലുവേഷൻ ഓഫ് ആൽക്കഹോളിക്സ് അനോണിമസ്. അതായത് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ രൂപപ്പെടൽ, അല്ലെങ്കിൽ രൂപാന്തരം, അല്ലെങ്കിൽ രൂപീകരണം പ്രാപിക്കുന്നതിനെ പറ്റി ജിം ബോർവെൽ പറയുന്നത് ഇങ്ങനെയാണ് പറയുന്നത്. ജിം ബോർവെൽ സേസ്, വെൻ യൂസൽ എഡിറ്റഡ് ദി ബുക്ക്, യൂസലാണ് ഈ ബുക്ക് എഡിറ്റ് ചെയ്തത്, ബട്ട് പ്രാക്ടിക്കലി നത്തിങ് വാസ് ഡൺ ടു ദ പേഴ്സണൽ സ്റ്റോറീസ് ഓഫ് ദ ഇൻഡിവിജ്വൽ മെമ്പേഴ്സ്. അതായത് ആൽക്കഹോളിക്സ് അനോണിമസിലെ വ്യക്തികഥകളിൽ അദ്ദേഹം ഒന്നും എഡിറ്റ് ചെയ്തില്ല. ആൻഡ് ദെയർ വാസ് ലെസ് ദാൻ 20% ഡിലേഷൻ ഫ്രം ദ ഒറിജിനൽ മാനുസ്ക്രിപ്റ്റ്. 20% ഒറിജിനൽ മാനുസ്ക്രിപ്റ്റിൽ നിന്ന് അദ്ദേഹം എഡിറ്റ് ചെയ്ത് കളഞ്ഞത്. സച്ച് 20% കട്ട് ഹി നോട്ട്സ് വാസ് വെരി വെരി ലോ. അതായത് 20% എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ ഒരളവാണ്. ആഡിങ് ദാറ്റ് ഇൻ ഹിസ് അണ്ടർസ്റ്റാൻഡിങ്, അവൻ മനസ്സിലാക്കുന്നത് an editorial delation of 35% is good for a well known author. അതായത് സാധാരണ രീതിയിൽ 35% എഡിറ്റിംഗ് ചെയ്ത് കളയാറുള്ളത് എന്നാണ് അദ്ദേഹം പല ഓതേഴ്സും പറയുന്നത്. റൂത്ത് ഹോക്ക് മോസ്റ്റ് ഡീറ്റെയിൽഡ് സ്റ്റേറ്റ്മെന്റ്. പക്ഷേ റൂത്ത് ഹോക്ക് ഇതിനെപ്പറ്റി ഇച്ചിരിയും കൂടി കൂടുതലായിട്ടുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വിശദീകരണമാണ് നൽകുന്നത് ഓൺ ദിസ് മാറ്റർ, ഈ കാര്യത്തെക്കുറിച്ച്. കെയിം ഇൻ 1955 ലെറ്റർ ടു ബിൽ വിൽസൺ. 1955 ബിൽ വിൽസൺ എഴുതിയ കത്തില്, വെർ ഷി നോട്ട്സ് ദാറ്റ്, അവിടെ അവൾ പറയുകയാണ്, ഇങ്ങനെയാണ് പറയുന്നത്, ഇറ്റ് ഹാഡ് ബീൻ എഗ്രീഡ്, ഇത് ഇങ്ങനെ സമ്മതിച്ചിട്ടുണ്ട്, ഫോർ വൺ തിങ്, ഒരു കാര്യം, ദാറ്റ് ദ ബുക്ക് വാസ് റിട്ടൺ, ബുക്ക് എഴുതി കഴിഞ്ഞപ്പോൾ, വാസ് ടു ലോങ് ബട്ട് നോബഡി കുഡ് എഗ്രി ടു വെയർ ആൻഡ് ഹൗ ടു കട്ട് ഇറ്റ്. അതായത് ഈ ബുക്ക് വളരെ നീളമുള്ളതാണ്, അതുകൊണ്ട് ആരും സമ്മതിക്കുന്നില്ല, എവിടെയാണ് ഇത് കട്ട് ചെയ്ത് കളയേണ്ടത്, എന്തൊക്കെയാണ് കട്ട് കളയുന്നതെന്നുള്ളതിന് ആരും സമ്മതിക്കുന്നില്ല. സോ ഇറ്റ് വാസ് ഗിവൺ ടു യൂസൽ, അതുകൊണ്ടാണ് ഇത് യൂസലിന് എഡിറ്റിങ്ങിനായി കൊടുത്തത്. ഹൂ കട്ട് ദ ബുക്സ് ബൈ അറ്റ്ലീസ്റ്റ് തേർഡ് ആസ് ഐ റിമെമ്പർ ഇറ്റ് ആൻഡ് ഇൻ മൈ ഒപ്പീനിയൻ. അപ്പം അത് അദ്ദേഹം ഒരുപാട് 1/3 ഭാഗം അദ്ദേഹം കട്ട് ചെയ്ത് കളഞ്ഞു, അതാണ് എൻ്റെ അഭിപ്രായം. ഡിഡ് എ വണ്ടർഫുൾ ജോബ്, അവൻ ഒരു നല്ല ജോലിയാണ് അതിനെ പറ്റി ചെയ്ത്. ഓൺ ഷേപ്പിംഗ് അപ്പ് ദ കോണ്ടെക്സ്റ്റ് വിത്തൗട്ട് ലോസിങ് എനിത്തിങ് അറ്റ് ഓൾ ഓഫ് വാട്ട് യു വെർ ട്രൈങ് ടു സേ. അവൻ നല്ലൊരു ജോലിയാണ് ചെയ്തത്, അതിന്റെ ഉൾക്കാമ്പ് കളയാതെ, അതിന്റെ കണ്ടക്സ്റ്റ്, അതിന്റെ ഉള്ളടക്കം നഷ്ടപ്പെടാതെ അവൻ കൃത്യമായി അതൊരു ഷാർപ്പണിങ് ചെയ്തു. ആൻഡ് ദേ വേ യു സെഡ് ഇറ്റ് 29 years later, ഇപ്പോൾ 29 വർഷങ്ങൾക്ക് ശേഷം, അന്ന് റൂത്ത് ഹോക്ക് 29 വർഷങ്ങൾക്ക് ശേഷമാണ് അത് പറയുന്നത്. ഷി വാസ് കോട്ടഡ് ആസ് സേയിങ് ദ എഡിറ്റർ ഹാഡ് കട്ട് ദ ബുക്ക് ഇൻ ഹാഫ് ഫ്രം 800 pages to 400 pages. അതായത് 29 വർഷങ്ങൾക്ക് ശേഷം അവൾ വീണ്ടും പറയുകയാണ്, എഡിറ്റർ
ബുക്ക് കട്ട് ചെയ്തത് 800 പേജിൽ നിന്ന് നേരെ 400 പേജിലേക്കാണ്. എ റിഡക്ഷൻ ഓഫ് എ ഫുൾ 50%, അതായത് 50% കുറച്ച് കളഞ്ഞുവെന്ന്. But this quote is almost certainly based on 2 telephone interviews with Ruth conducted by AI historian Bill Pittman in July 1982 and January 1983. ബിൽ പിറ്റ്മൻ എന്ന് പറയുന്ന ആൽക്കോളിക്സ് അനോണിമസിന്റെ ചരിത്രകാരൻ 1982-ലും 1983-ലും റൂത്ത് ഹോക്കുമായി നടത്തിയ ടെലിഫോണിക് ഇന്റർവ്യൂവിലാണ് ഈ കാര്യം അവൾ വ്യക്തമാക്കുന്നത്. ഇൻ ഹിസ് 1986 ബുക്ക്, 1986-ലെ അദ്ദേഹത്തിന്റെ ബുക്കിൽ ദ വേ ഇറ്റ് ബിഗാൻ എന്നാണ് ബുക്കിന്റെ പേര്. അത് അയാളുടെ ഒരു ചരിത്രമാണ്. ഹി റിപ്പോർട്ടഡ് ദാറ്റ് Ruth claimed the percentage was even higher than this saying. അതായത് റൂത്തിന്റെ ഈ പെർസെൻറ്റേജ്, ഈ പറയുന്ന 50% ഭാഗങ്ങളും ആൽക്കോളിക്സ് അനോണിമസിന്റെ ആദ്യത്തെ മൾട്ടിലിത്ത് കോപ്പിയിൽ നിന്ന് കട്ടാക്കി, അതായത് 800 പേജിൽ നിന്ന് 400 പേജാക്കി കുറച്ചു എന്ന് പറയുന്ന കാര്യം ടോം മ്യൂസൽ ഹാഡ് ടു എഡിറ്റ് ഔട്ട് 800 പേജ് ടു റീച്ച് ദ 400 പേജസ് കണ്ടെയ്ൻഡ് ഇൻ ദ ഫസ്റ്റ് എഡിഷൻ ഓഫ് ദ ബുക്ക്. അപ്പൊ 400 പേജായിട്ട് കുറച്ചു എന്നുള്ള കാര്യം ഈ പറയുന്ന ദ വേ ഇറ്റ് ബിഗാൻ എന്ന് പറയുന്ന തന്റെ ബുക്കിലും അദ്ദേഹം വിവരിക്കുന്നുണ്ട്. ദിസ് മീൻസ് ദാറ്റ് അക്കോർഡിംഗ് ടു റൂത്ത്സ് ലേറ്റർ റികളക്ഷൻ, അതായത് പിന്നീട് റൂത്ത് ഹോക്ക് ഇതിനെപ്പറ്റി ഓർമ്മിക്കുമ്പോൾ ദ ഒറിജിനൽ ടെക്സ്റ്റ് വാസ് കട്ട് ഡൗൺ ബൈ എ ഫുൾ 2/3 ഫ്രം 1200 പേജസ് ടു 400. അവൾ പിന്നീട് അതിനെപ്പറ്റി റീകളക്ഷൻ ഓർമ്മപ്പെടുത്തുമ്പോൾ അവൾ പറയുന്നത് 1200 പേജിൽ നിന്ന് നേരെ 400 പേജാക്കി കുറച്ചു എന്നാണ്. ദിസ് ഹ്യൂജ് ആൻഡ് വൈഡ്ലി ഡിവറൻറ്റ് എസ്റ്റിമേറ്റ്, അതായത് ഇതൊരു വലിയ തരത്തിലുള്ള വ്യത്യാസങ്ങൾ വരുന്ന സ്റ്റേറ്റ്മെന്റുകളാണ് നടത്തുന്നത്. ആർ ഫർദർ കോംപ്രമൈസ്ഡ് ബൈ ദ ഫാക്ട്, അപ്പൊ അത് നമുക്ക് യാഥാർത്ഥ്യങ്ങളുമായിട്ട് കോംപ്രമൈസ് ചെയ്യാൻ കഴിയുന്നില്ല. ദാറ്റ് റൂത്ത് ടോക്സ് അബൌട്ട് ദ ഡിലേഷൻ ഇൻ റിലേഷൻ ടു ദി 400 പേജ് ഫസ്റ്റ് എഡിഷൻ പ്രിന്റിംഗ് ടു ദി ബുക്ക്. അപ്പൊ റൂത്ത് പറയുന്നത് 400 പേജായി കുറച്ചു എന്ന്, ആദ്യത്തെ പ്രിന്റിംഗിൽ കുറച്ചു എന്ന് പറയുന്നു. വൈൽ ദാറ്റ് ദ എഡിറ്റേഴ്സ് വുഡ് ഹാവ് ബീൻ ഡീലിംഗ് വിത്ത് ആസ് ആൻ ഒറിജിനൽ ടൈപ്പ്ഡ് മാനുസ്ക്രിപ്റ്റ് ഓഫ് ദ ടെക്സ്റ്റ് ബിഫോർ ഇറ്റ് വാസ് എഡിറ്റഡ് ഫോർ ദ മൾട്ടിലിത്ത് പ്രിന്റിംഗ്. അതായത് മൾട്ടിലിത്ത് പ്രിന്റിങ്ങിലേക്ക്, നമുക്കറിയാം മൾട്ടിലിത്ത് പ്രിന്റിംഗ് എന്ന് പറഞ്ഞാൽ ഇതൊരു റബ്ബർ പോലെയുള്ള ഒരു സാധനത്തിലേക്ക് പകർത്തിയതിനു ശേഷം പേപ്പറിലേക്ക് പ്രിന്റ് ചെയ്യുന്നതിനാണ് മൾട്ടിലിത്ത് പ്രിന്റിംഗ് എന്ന് പറയുന്നത്. ഇന്ന് നമുക്കതിന് ഓഫ്സെറ്റ് പ്രിന്റിംഗ് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ മൾട്ടിലിത്ത് പ്രിന്റിംഗിലേക്ക് പോകുന്നതിന് മുമ്പേ ഇത് കുറച്ച് എഡിറ്റ് ചെയ്തു. ഡീലിംഗ് വിത്ത് ആസ് ആൻ ഒറിജിനൽ ടൈപ്പ്ഡ് മാനുസ്ക്രിപ്റ്റ് ഓഫ് ദ ടെക്സ്റ്റ് ബിഫോർ ഇറ്റ് വാസ് എഡിറ്റഡ് ഫോർ ദ മൾട്ടിലിത്ത് പ്രിന്റിംഗ്. മൾട്ടിലിത്ത് പ്രിന്റിങ്ങിന് മുമ്പ് തന്നെ കുറച്ചൊക്കെ എഡിറ്റ് ചെയ്യുന്നതാണ്. സിൻസ് ദ മൾട്ടിലിത്ത് കോപ്പി അമൗണ്ടഡ് ടു ഓൺലി 156 ടൈപ്പ്ഡ് പേജസ്, അതായത് 156 ടൈപ്പ്ഡ് പേജുകളാണ് മൾട്ടിലിത്ത് കോപ്പിയിൽ ഉണ്ടായിരുന്നത്. ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ടോം മ്യൂസൽ നെവർ സോ എനിത്തിങ് ലൈക്ക് 800 ലെറ്റ് അലോൺ 1200 പേജസ് ഓഫ് ഒറിജിനൽ മെറ്റീരിയൽ. അപ്പൊ ഇത് വ്യക്തമാക്കുന്നത് ടോം മ്യൂസൽ ഇത് ഫുള്ളായി നെവർ സോ എനിത്തിങ് ലൈക്ക് 800 പേജസ് ഓഫ് ഒറിജിനൽ മെറ്റീരിയൽ, 800 പേജസിന്റെ ഒറിജിനൽ മെറ്റീരിയൽ ടോം മ്യൂസൽ പൂർണ്ണമായും കണ്ടുവെന്ന് ഇവിടെ ചരിത്രകാരൻ പറയുന്നത് കാണാൻ സാധ്യതയില്ലെന്നാണ്. വിൽസൺ ഹിംസെൽഫ് റിമെമ്പേർഡ്. അപ്പൊ വിൽസൺ പിന്നീട് പറയുന്നത് ദ എഡിറ്റർ ഹാഡ് ഓൺലി ഷാർപ്പൻഡ് അപ്പ് ദ ഇംഗ്ലീഷ്, അതായത് ബിൽ വിൽസൺ പറയുന്നത് ഇതിനെപ്പറ്റി പറയുന്നത് എന്താണ്? അപ്പൊ 3 വർഷം, നമ്മൾ 2 വർഷം കണ്ടു. അടുത്ത ജിം ബോർവെലിന്റെ വെർഷൻ കണ്ടു, റൂത്ത് ഹോക്കിന്റെ വെർഷൻ കണ്ടു. അടുത്ത വർഷം വിൽസന്റെ വെർഷനാണ്. വിൽസൺ ഇതിനെപ്പറ്റി പറയുന്നത് അവൻ ഷാർപ്പൻഡ് അപ്പ് ദ ഇംഗ്ലീഷ്, അതായത് അവന്റെ ഇംഗ്ലീഷ് ഭാഷ മാത്രമേ അവനൊന്ന് ഷാർപ്പൻ ചെയ്തുള്ളൂ. ഡിഡിന്റ് ചേഞ്ച് മച്ച് ഓഫ് എനിത്തിങ് അക്സെപ്റ്റിംഗ് ടു ടേക്ക് മൈ സ്റ്റോറി ഔട്ട് ഓഫ് ദ സ്റ്റോറി സെക്ഷൻ. അതായത് ബില്ലിന്റെ കഥ എന്ന് പറയുന്ന എന്റെ കഥ, അല്ലെങ്കിൽ ബിൽ ഡബ്ല്യുവിന്റെ കഥ വ്യക്തികഥകളിൽ നിന്ന് എടുക്കുകയും വേർ ഇറ്റ് ഹാഡ് ബീൻ ദ നമ്പർ 1 സ്റ്റോറി, അങ്ങനെ ഒന്നാമത്തെ കഥയാക്കി അല്ലെങ്കിൽ ഒന്നാമത്തെ അധ്യായമായി അത് കൊടുക്കുകയും ചെയ്തു. ആൻഡ് ഇൻസിസ്റ്റഡ് ഓൺ യൂസിങ് ഇറ്റ് ടു ഓപ്പൺ ദ ബുക്ക്, അതായത് ഒരു ബുക്ക് തുറക്കുമ്പോൾ കാണുന്ന രീതിയിൽ അത് ചെയ്തു. വാട്ട് ഈസ് നൗ ചാപ്റ്റർ 2, ഇന്നത് രണ്ടാമത്തെ അധ്യായമാണ്. ദർ ഈസ് എ സൊല്യൂഷൻ, ഐ ഹാഡ് ഇന്റൻഡഡ് ടു ബി ചാപ്റ്റർ 1. ഇന്നത് ഒന്നാമത്തെ കഥയാണ്. രണ്ടാമത്തെ കഥ എന്താണ്? ദർ ഈസ് എ സൊല്യൂഷൻ. അതായത് ബില്ലിന്റെ കഥയ്ക്ക് മുമ്പായിട്ട് ഒരു പരിഹാരമുണ്ട് എന്ന് പറയുന്ന രണ്ടാമത്തെ അധ്യായത്തിന് മുമ്പായി ഈ കഥ വെക്കണമെന്ന് ഐ ഹാഡ് ഇന്റൻഡ് ടു ബി ചാപ്റ്റർ 1. അങ്ങനെ ചാപ്റ്റർ 1 ആയി ബില്ലിന്റെ കഥ വന്നു. വിൽ ഗീവ്സ് നോ ക്ലൂ
വാട്ട്സ് ഓവർ അബൌട്ട് ഹൗ മച്ച് ഓഫ് ദാറ്റ് ഷാർപ്പണിങ് അപ്പ്, എങ്ങനെയാണ്, എത്രമാത്രമാണ് ഈ പുസ്തകത്തിന്റെ ഈ വലിയ രൂപം അദ്ദേഹം ഷാർപ്പൺ ചെയ്തത് എന്ന് വലിയ ഒരു ക്ലൂ നമുക്ക് തരുന്നില്ല. കം ഫ്രം ഡിലേറ്റഡ് ടെക്സ്റ്റ്, എന്തൊക്കെയാണ് ഡിലേറ്റ് ചെയ്തതെന്നും അദ്ദേഹം പറയുന്നില്ല. റാദർ ദാൻ ജസ്റ്റ് കോസ്മെറ്റിക് വേർഡ് ചേഞ്ച്, അതായത് അദ്ദേഹം പറയുന്നത് അതിനകത്ത് ഈ ഭാഷാപരമായിട്ടുള്ള ചില മാറ്റങ്ങൾ മാത്രമേ വരുത്തിയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ഇച്ചിരി ഭംഗി തെറ്റി വരുന്ന രീതിയിൽ ഭാഷയെ മാറ്റിയിട്ടുണ്ടെന്ന് മാത്രമാണ്. കോസ്മെറ്റിക് വേർഡ് ചേഞ്ച് എന്നാണ് അദ്ദേഹം പറയുന്നത്. നോ ഡസ് ഹി എനിവെയർ ഇൻഡിക്കേറ്റ്, അല്ലെങ്കിൽ തന്നെയും അദ്ദേഹം ഒരു സ്ഥലത്തും അങ്ങനെ ഓവറോൾ എമൗണ്ട് ഓഫ് ടെക്സ്റ്റ് യൂസൽ മൈറ്റ് ഹാവ് ഡിലേറ്റഡ്, എത്രമാത്രം എമൗണ്ട് ആണ് ടോം യൂസിൽ എഡിറ്റ് ചെയ്തതെന്നും നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതെന്നും നമുക്കറിയത്തില്ല, അല്ലെങ്കിൽ ബിൽ ഡബ്ല്യുവിന്റെ വേർഷനിൽ അങ്ങനെ പറയുന്നില്ല. ഗിവൺ വിൽസൺസ് വെൽ ഡോക്യുമെന്റഡ് റെസിസ്റ്റൻസ് ടു മേക്കിംഗ് എനി സിഗ്നിഫിക്കന്റ് ചേഞ്ച് ടു വാട്ട് ഹി ഹാഡ് ഓൾറെഡി റിട്ടൺ, അതായത് അദ്ദേഹം എഴുതി കഴിഞ്ഞ ആ അത്തരം ഭാഗങ്ങള് ഒരു മാറ്റവും കൂടാതെ, അല്ലെങ്കിൽ സിഗ്നിഫിക്കന്റ് ആയിട്ട് യാതൊരു വലിയ ചേഞ്ചുകളൊന്നും വരുത്താതെ തന്നെ, ഡെസ്പൈറ്റ് ഹിസ് ഒക്കേഷണൽ ഡിസ്വവൽ ബിൽസ് പ്രൈഡ് ഓഫ് ഓതർഷിപ്പ് ആൻഡ് വാസിമൻസ്, അതായത് ഈ ബുക്കിന്റെ ഓതർഷിപ്പ് ബിൽ ഡബ്ല്യു ആണെന്നുള്ള പ്രൈഡ് അദ്ദേഹത്തിനുണ്ട്. ദിസ് റിലൂക്റ്റൻസ് ടു ബി മോർ സ്പെസിഫിക് അബൌട്ട് ദ എക്സ്റ്റെന്റ് ഓഫ് ദ എഡിറ്റേഴ്സ് കട്ട്സ് ഇസ് അണ്ടർസ്റ്റാൻഡബിൾ. അപ്പം അത്തരത്തിലുള്ള വാക്കുകൾ വരുന്ന ഭാഗങ്ങളെല്ലാം എഡിറ്റർ കട്ട് ചെയ്തിട്ടുണ്ട്, അത് മനസ്സിലാക്കാവുന്നതാണ്. കോമ്പൗണ്ടിങ് ദ പ്രോബ്ലം ഓഫ് ദി സ്ട്രൈക്കിംഗ്ലി കോൺട്രാക്ടറി അക്കൗണ്ട്സ്. അപ്പോൾ ഈ 3 ഭാഗങ്ങൾ നമ്മൾ കേട്ടു. ഇനി നമുക്ക് ഈ 3 അക്കൗണ്ട് നോക്കുമ്പോൾ റേഞ്ചിങ് ഫ്രം ഹി ഡിഡിൻ ചേഞ്ച് മച്ച് ഓഫ് എനിത്തിങ്, അതായത് അവൻ അധികമൊന്നും ചേഞ്ച് ചെയ്തില്ല, ടു ഹി സ്ലാഷ്ഡ് ദ ടെക്സ്റ്റ് ബൈ 2/3, അതായത് 2 ഭാഗമായി പകുതിയോളം, അതായത് 1200 പേജ് ഉള്ളതിന് 800 പേജാക്കി മാറ്റി എന്നുള്ള 3/1 ഭാഗം മാറ്റിക്കളഞ്ഞു എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റുകളും is the fact that all 3 principles completely ignored Janet Blair's significant involvement in the editing process. അപ്പൊ ഈ 3 ഭാഗങ്ങളും മറക്കപ്പെടുന്നത് ജാനറ്റ് ബ്ലെയർ എന്ന് പറയുന്ന ടോം യൂസലിന് ശേഷം പിന്നീട് അദ്ദേഹം, ജാനറ്റ് ബ്ലെയർ എന്ന് പറയുന്നത് നമുക്കറിയാം അമേരിക്കയിലെ തന്നെ നമ്മുടെ റോക്ക്ഫെല്ലർ ഫൗണ്ടേഷനെതിരെ, റോക്ക്ഫെല്ലർ ഫൗണ്ടേഷന്റെ ഈ പറയുന്ന തൊഴിലാളികൾക്ക് മദ്യവും മയക്കുമരുന്നും എല്ലാം കൊടുത്തുകൊണ്ട് വളരെ പീഡനം നടത്തുന്നു എന്നുള്ള വെളിപ്പെടുത്തിയ വലിയ ഒരു പത്രത്തിന്റെ ലേഖികയുടെ അസിസ്റ്റന്റ് ആയിരുന്നു ജാനറ്റ് ബ്ലെയർ. ആ ജാനറ്റ് ബ്ലെയറുടെ ഇൻവോൾവ്മെന്റ് വരുമ്പോൾ in the editing process, our involvement making no mention whatsoever of substantial presence in the project or for the contribution to the change made both before and after the multi-leaf printing. അപ്പം ഈ ജാനറ്റ് ബ്ലെയറിന്റെ ഇൻവോൾവ്മെന്റ് വരുമ്പോൾ, എഡിറ്റിംഗ് പ്രോസസ്സിൽ വരുമ്പോൾ മേക്കിംഗ് നോ മെൻഷൻ, ഇതിനെ പറ്റി ഒന്നും സൂചിപ്പിക്കുന്നില്ല. വാട്ട്സ് ഓവർ ഓഫ് ഹെർ സബ്സ്റ്റൻഷ്യൽ പ്രസൻസ്, അവൾ എന്തൊക്കെയാണ് ചെയ്തതെന്നോ, ഓർ ഹെർ കോൺട്രിബ്യൂഷൻ ടു ദ ചേഞ്ച്, അവളുടെ എന്തൊക്കെ സംഭാവനയാണ് മേഡ് ബോത്ത് ബിഫോർ ആൻഡ് ആഫ്റ്റർ ദ മൾട്ടിലിപ്ത് പ്രിന്റിംഗ്, അതായത് മൾട്ടിലിപ്ത് പ്രിന്റിങ്ങിന്റെ മുമ്പും ശേഷവും എന്തൊക്കെ ചെയ്തു എന്നുള്ളത് കൃത്യമായി നമുക്ക് രേഖകളില്ല. All 3 give the credit for whatsoever editorial change may have been made exclusively to Tom Usel. അപ്പോൾ ഇവര് 3 പേരും ക്രെഡിറ്റ് കൊടുക്കുന്നത് ടോം യൂസലിനാണ് ഈ എഡിറ്റിംഗ് ചെയ്തതിന്. ആട്രിബ്യൂഷൻ ക്ലിയർലി കോൺട്രാഡിക്റ്റഡ് ബൈ ബ്ലെയർസ് സെവറൽ ലെറ്റേഴ്സ് ടു ഫ്രം ഹാങ് പി ആൻഡ് വിൽസൺ ഡ്യൂറിംഗ് ദ ഫസ്റ്റ് 3 weeks of February 1939. 1939 ഫെബ്രുവരിയിലെ ഇവർ ജാനറ്റ് ബ്ലെയറിന്റെ കത്തുകളിൽ, ഹാങ് പിക്കും വിൽസണും അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതുന്ന കത്തുകളിൽ ഈ പറയുന്ന കാര്യങ്ങൾ ക്ലിയർലി കോൺട്രാഡിക്റ്റഡ് ആണ്. What we do now know is that when Tom Usel received the manuscript, നമ്മൾക്കിപ്പോൾ അറിയാവുന്ന ഇത്രയും മാത്രം കാര്യങ്ങളുള്ളൂ. ടോം യൂസലിന് മാൻസ്ക്രിപ്റ്റ് കയ്യിൽ കിട്ടി. ബിൽ വിൽസൺ സ്റ്റോറി വാസ് പ്രൊമിനന്റ്ലി പൊസിഷൻഡ്. ബിൽ വിൽസന്റെ കഥ വ്യക്തികഥകളിൽ നിന്ന് എടുത്തിട്ട് അധ്യായം 1 ആദ്യത്തെ കഥയായി അദ്ദേഹം വെച്ചു, അത് പൊസിഷൻ ചെയ്തു. ഇൻ ദ ബാക്ക് അലോങ് വിത്ത് ദ റെസ്റ്റ് ഓഫ് ദ ഇൻഡിവിജ്വൽ സ്റ്റോറീസ്, അത് അല്ലെങ്കിൽ വ്യക്തികഥകളിലോടൊപ്പം ചേർന്ന് പോകേണ്ടതായിരുന്നു. പക്ഷെ ആ കഥയെടുത്ത് അദ്ദേഹം അധ്യായം 1 എന്ന് പറഞ്ഞ് ബില്ലിന്റെ കഥ എന്ന് പറഞ്ഞ് അദ്ദേഹം വെച്ചു. ആൻഡ് ദാറ്റ് ഹി വാസ് റെസ്പോൺസിബിൾ ഫോർ മൂവിങ് ഇറ്റ് ടു ദ ഫ്രണ്ട്. അത് ടോം യൂസലിന്റെ മാത്രം ഉത്തരവാദിത്വത്തിലാണ് അധ്യായം 1 അദ്ദേഹം വെച്ചത്. ഇൻസിസ്റ്റിംഗ് ഇറ്റ് ഷുഡ് ബി ദ ഓപ്പണിംഗ് ചാപ്റ്റർ ഇൻ ദ ബുക്ക്, അതായത് ഇത്
ബുക്കിന്റെ ഓപ്പണിംഗ് ചാപ്റ്റർ ആയിട്ട് വരണമെന്ന് അദ്ദേഹം തന്നെയാണ് പ്രേരിപ്പിച്ചത്. ഹവർ മച്ച് വിൽസൺ മേ ഹാവ് വെൽക്കംഡ് ദിസ് അഡ്വൈസ്. ഏതായാലും ഈ ഉപദേശത്തെ ബിൽ വിൽസൺ സ്വയം സ്വീകരിക്കുകയും ചെയ്തു. ഇറ്റ് ഇസ് ഹാർഡ് ടു ഫർഗോട്ട് ഹിസ് ടെംപ്ടേഷൻ ടു കോൾ ദിസ് ന്യൂ ഗ്രൂപ്പ് ദ ബിൽ ഡബ്ല്യു മൂവ്മെന്റ്. നമുക്കറിയാം ബിൽ ഡബ്ല്യുവിന് അന്നേരവും ആൽക്കഹോളിക്സ് അനോണിമസ് എന്നോ മറ്റു പേരുകൾക്കോ ഒന്നും സ്ഥാനം കൊടുക്കാതെ ബിൽ ഡബ്ല്യു മൂവ്മെന്റ് അല്ലെങ്കിൽ ബിൽ ഡബ്ല്യുവിന്റെ ചലനം എന്ന പേര് കൊടുക്കാനാണ് അദ്ദേഹത്തിന്റെ ടെംപ്ടേഷൻ പ്രലോഭനം ഉണ്ടായത് എന്ന് നമുക്ക് ആ കാലത്ത് അറിയാം. പിന്നീടും കാരണം ബിൽ വിൽസനെ സംബന്ധിച്ചിടത്തോളം വിൽസൺ 4 വർഷത്തെ സുബോധാവസ്ഥയിൽ നിൽക്കുന്ന സമയത്താണ് ഈ പറയുന്ന ബിഗ് ബുക്ക് ഇറക്കുന്നത്. ഇറ്റ് വാസ് സർട്ടൻലി നോട്ട് സംതിങ് ഹി കുഡ് ഹാവ് കംഫർട്ടബിളി സജസ്റ്റഡ് ഹിംസെൽഫ്. അതായത് ഇങ്ങനെയൊക്കെ ഇരുന്നാലും എന്റെ കഥ അധ്യായം 1 പ്രസിദ്ധീകരിക്കണമെന്ന് അദ്ദേഹത്തിന് ഒരു കംഫർട്ടബിൾ അല്ലായിരുന്നു അങ്ങനെ ഒരു സജഷൻ വെക്കാനായിട്ട്, അല്ലെങ്കിൽ ഒരു നിർദ്ദേശം വെക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ ടോം യൂസലിന്റെ ആ നിർദ്ദേശം അദ്ദേഹം ശിരസ വഹിച്ചു. മൂവിങ് ഹിസ് സ്റ്റോറി ടു ദി ഫ്രണ്ട് വയലേറ്റ്സ് ദ യൂണിറ്റി ആൻഡ് ഈക്വലി ക്രിയേറ്റഡ് ബൈ ഹാവിംഗ് ഓൾ ഓഫ് ദ സ്റ്റോറീസ് ടുഗദർ ഇൻ ദ ബ്രാക്ക്. അതായത് അങ്ങനെ ഇദ്ദേഹം ആ ശുപാർശ ചെയ്തിരുന്നെങ്കിൽ എന്റെ കഥ ഏറ്റവും ഫ്രണ്ടിൽ വരണം, മറ്റ് ആൽക്കഹോളിക്സ് അനോണിമസിലെ അന്നത്തെ കാലത്തെ അംഗങ്ങളുടെ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ഡ്രങ്ക്സിന്റെ കഥ ഏറ്റവും പിന്നിലായി ബിഗ് ബുക്കിൽ വരുമ്പോൾ അത് ഐക്യത്തെ ബാധിക്കുമെന്നും നമ്മൾ ഇക്വാലിറ്റി അല്ലെങ്കിൽ തുല്യതയെ ബാധിക്കുമെന്നും അതൊരു വയലേഷൻ അല്ലെങ്കിൽ ഒരു ലഹള സൃഷ്ടിക്കുമെന്നും അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ബട്ട് ബിൽസ് ഫസ്റ്റ് പേഴ്സൺ അക്കൗണ്ട് ഓഫ് ഹിസ് സക്സസ്ഫുൾ റിക്കവറി ഈസ് എ ഡ്രാമാറ്റിക്. പക്ഷെ ഇവിടെ ബിൽ വിൽസന്റെ കഥ എന്തുകൊണ്ട് വച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹമാണ് ആദ്യത്തെ വ്യക്തി ഡ്രാമാറ്റിക് ആൻഡ് എഫക്റ്റീവ് വേ ടു ഓപ്പൺ ദ ബുക്ക്. അതുകൊണ്ട് തന്നെ റിക്കവറിയുടെ വീണ്ടെടുക്കലിന്റെ ആ നാടകീയമായ ചേഞ്ച്, ആ എഫക്റ്റീവ് ആയിട്ടുള്ള ചേഞ്ച് അത് ഓപ്പൺ ചെയ്യുമ്പോൾ, ബുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ കാണണമെന്ന് ടോം യൂസൽ ആഗ്രഹിച്ചു. ഗ്രാബിംഗ് ദ ഡ്രിങ്കേഴ്സ് അറ്റൻഷൻ, ഇത് കുടിയന്മാരുടെ ശ്രദ്ധയെ കൊണ്ടുവരാനും വിത്ത് എ ക്രെഡിബിൾ റിയൽ ലൈഫ് സ്റ്റോറി, അതുപോലെ തന്നെ യഥാർത്ഥ ജീവിതത്തിന്റെ കഥയാവുമ്പോൾ അത് ഡ്രിങ്കേഴ്സിനെ ആകർഷിക്കും, അല്ലെങ്കിൽ കുടിയന്മാരെ ആകർഷിക്കും. ആൻഡ് ഗിവിംഗ് ഹിം ആൻ എക്സലന്റ് റീസൺ ടു കണ്ടിന്യൂ റീഡിങ് ഇൻ സെർച്ച് ഓഫ് ദ ഇൻഫോർമേഷൻ. അപ്പോ ഈ ബില്ലിന്റെ കഥ വായിക്കുന്ന ഒരാൾക്ക് പിന്നീട് അങ്ങോട്ടുള്ള വായനയിൽ ഇതിന് കൂടുതൽ ഇൻഫോർമേഷൻ ലഭിക്കാനായി, എന്താണ് ഇതിന് പരിഹാരമെന്ന് കാണാനായി വായനയെ നീട്ടിക്കൊണ്ടുപോകാൻ സഹായിക്കും. നീഡഡ് ടു ബ്രിങ് അബൌട്ട് ഹിസ് ഓൺ മിറാക്കുലസ് റിക്കവറി ഫ്രം ആൽക്കഹോളിസം. കുടിയന്മാരുടെ അവന്റെ തന്നെ മദ്യാസക്തിയുടെ പ്രശ്നത്തിൽ നിന്ന് മിറാക്കുലസ് അത്ഭുതകരമായ റിക്കവറിക്ക്, വീണ്ടെടുക്കലിന് വേണ്ടി അവനെ സഹായിക്കുകയും ചെയ്യും. റിലേഷൻ ടു ബിൽ സ്റ്റോറി. എന്തൊക്കെയാണ് ബിൽ സ്റ്റോറിയിൽ നിന്ന് ടോം യൂസൽ അല്ലെങ്കിൽ എഡിറ്റേഴ്സ് ഡിലേറ്റ് ചെയ്തത് അല്ലെങ്കിൽ മാച്ച് കളഞ്ഞത് നമുക്ക് നോക്കാം. ആസ് ഓൾറെഡി നോട്ടഡ്, ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ദ ഓൺലി ചാപ്റ്റേഴ്സ് ഫോർ വിച്ച് വി ഹാവ് എയർലി ഡ്രാഫ്റ്റ്സ് ദാറ്റ് ഇസ് വേർഷൻ സർക്കുലേറ്റഡ് ബിഫോർ ദേ അപ്പിയർഡ് ഇൻ ദ മൾട്ടിലിത്ത് പ്രിന്റിംഗ് ആർ ദർ ഇസ് എ സൊല്യൂഷൻ ആൻഡ് ബിൽ സ്റ്റോറി. 2 കഥകളാണ് ഇത് ആദ്യ കാലഘട്ടത്തിൽ ഡ്രാഫ്റ്റായി ആദ്യം വന്നത്. ദർ ഈസ് എ സൊല്യൂഷനും ബിൽ സ്റ്റോറിയും, ഒരു പരിഹാരമുണ്ടും ബില്ലിന്റെ കഥയും. അതാണ് മൾട്ടിലിത്ത് പ്രിന്റിംഗിൽ ആദ്യമായി അപ്പിയർ ചെയ്തത്. ബൈ കമ്പയറിംഗ് ദിസ് ഏർലിയർ വേർഷൻ, ആദ്യ ഭാഗം ഇത് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ടു ദ ടെക്സ്റ്റ് ഓഫ് ദ മൾട്ടിലിത്ത് കോപ്പി വി ക്യാൻ ക്ലിയർലി സീ ദ എക്സ്റ്റെന്റ് ഓഫ് ദ ചേഞ്ചസ് മെയ്ഡ്. എന്തൊക്കെയാണ് അത് മൾട്ടിലിത്ത് കോപ്പിയിൽ നിന്ന് ഇപ്പോഴുള്ള ബിഗ് ബുക്കിലുള്ള മാറ്റം നമുക്ക് കൃത്യമായി കാണാൻ കഴിയും. ഓൾദോ വി കനോട്ട് ബി സർട്ടൻ ദാറ്റ് ഓൾ ഓഫ് ദിസ് എഡിറ്റ്സ് വെർ ദ വർക്ക് ഓഫ് ദ 2 എഡിറ്റേഴ്സ്. അപ്പൊ നമുക്ക് ഓൾദോ വി കനോട്ട് ബി സർട്ടൻ, നമുക്ക് കൃത്യമായി ഉറപ്പില്ല ദാറ്റ് ഓൾ ഓഫ് ദിസ് ഇത് എഡിറ്റുകൾ മുഴുവൻ നടന്നത് വേർ ദ വർക്ക് ഓഫ് ദ 2 എഡിറ്റേഴ്സ്. 2 ടോം യൂസൽ എന്ന് പറയുന്ന ജാനറ്റ് ബ്ലെയർ എന്ന് പറയുന്ന അവർ രണ്ടുപേരും, 2 ലേഡി ആയിട്ടുള്ള ജാനറ്റ് ബ്ലെയറും ടോം യൂസലും കൂടിയാണ് അത് നടത്തിയതെന്ന് നമുക്ക് കൃത്യമായി ഉറപ്പില്ല. There is always the possibility, അവിടെ ഒരു സാധ്യതയുണ്ട്, that at least some of them were made by Bill Wilson before the turned the manuscript over to Tom Usel in early January. ഏതായാലും ജനുവരിയുടെ തുടക്കത്തിൽ അവരിൽ ആരെങ്കിലും, ഒന്നില്ലെങ്കിൽ ടോം യൂസലോ ജാനറ്റ് ബ്ലെയറോ ബിൽ വിൽസണുമായി ഇത് കണ്ടുമുട്ടി ഇതിനകത്ത് എന്തെങ്കിലും ഈ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടാകാം. ദ ഫസ്റ്റ് 7 പാരഗ്രാഫ് ആർ കട്ട്. ആദ്യത്തെ 7 പാരഗ്രാഫുകൾ മൾട്ടിലിത്ത് കോപ്പിയിൽ നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞു. ദ ഫസ്റ്റ് സ്ട്രൈക്കിംഗ് ഡിഫറൻസസ് ബിറ്റ്വീൻ വാട്ട് വിൽസൺ റോട്ട് 9 months earlier ആൻഡ് ബിൽ സ്റ്റോറി. അതായത് 9 മാസങ്ങൾക്ക് മുമ്പ് ബില്ലിന്റെ കഥയിൽ അദ്ദേഹം വിൽസൺ എഴുതി കഴിഞ്ഞ
കാര്യങ്ങൾ as it appears in the multi printing is the wholesale deletion of the first 7 paragraph. ആദ്യത്തെ മൾട്ടിലിത്ത് പ്രിന്റിംഗിൽ നിന്ന് വന്ന 7 പാരഗ്രാഫുകളാണ് അത് മാറ്റി കളഞ്ഞത്, വിച്ച് കണ്ടെയ്ൻസ് എ വെൽത്ത് ഓഫ് ഇൻഫർമേഷൻ അബൌട്ട് ഹിസ് എയർലി ലൈഫ്. അതിനകത്ത് വളരെ ധനികമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ധനികമായിട്ടുള്ള ഇൻഫോർമേഷനുകളുണ്ട് അദ്ദേഹത്തിന്റെ എയർലി ലൈഫിനെ കുറിച്ച്, ബിൽ വിൽസന്റെ എയർലി ലൈഫിനെ കുറിച്ച്. അദ്ദേഹം ആ കഥ 7 പാരഗ്രാഫ് ഇങ്ങനെയാണ്. അറ്റ് ദ ഏജ് ഓഫ് 10, 10ാമത്തെ വയസ്സിൽ ഐ വെന്റ് ടു ലിവ് വിത്ത് മൈ ഗ്രാൻഡ് ഫാദർ ആൻഡ് ഗ്രാൻഡ് മദർ. ഞാൻ എൻ്റെ മുത്തച്ഛനോടും മുത്തശ്ശിയോടൊപ്പം താമസിക്കാനായി മാറി. Their ancestors settled the section of Vermont. അവരുടെ പൂർവികന്മാർ വെർമൗണ്ടിലെ ഒരു സെക്ഷനിലാണ് താമസിച്ചിരുന്നത്. ഇൻ വിച്ച് ഐ വാസ് ടു ഗ്രോ അപ്പ്. അവിടെയാണ് ഞാൻ വളർന്നത്. ഗ്രാൻഡ് ഫാദർ വാസ് എ റിട്ടയർഡ് ഫാർമർ ആൻഡ് എ ലംബർമാൻ. അവൻ ഒരു തടിപ്പണിക്കാരനും ഒരു കൃഷിപ്പണിക്കാരനും കൂടിയായിരുന്നു എൻ്റെ മുത്തച്ഛൻ. അദ്ദേഹം റിട്ടയർ ആയിരുന്നു. ഹി നർച്ചേർഡ് മീ ഓൺ എ വിഗറസ് പയനിയറിംഗ് ട്രഡീഷൻ. പാരമ്പര്യ രീതിയിലാണ് എന്നെ അവൻ വളർത്തിയത്. ഐ സീ നൗ ദാറ്റ് മൈ ഗ്രാൻഡ് ഫാദർ വാസ് ദ കൈൻഡ് ഓഫ് മാൻ ഹു ഹെൽപ്ഡ് മേക്ക് അമേരിക്ക. ഇപ്പോൾ നമ്മൾക്ക് കാണാം എൻ്റെ ഗ്രാൻഡ് ഫാദറും ഇപ്പോൾ അമേരിക്കയെ സൃഷ്ടിക്കാൻ വേണ്ടി സഹായിച്ച ഒരാൾ തന്നെയാണ്. ലിറ്റിൽ ഡിഡ് എനിവൺ ഗസ്, എല്ലാവർക്കും ഊഹിക്കാൻ കഴിയുന്നതിനേക്കാളും ഐ വാസ് ടു ബി ഓഫ് ദ വാർ ജനറേഷൻ. ഞാനും യുദ്ധ കാലത്തെ ജനറേഷനിലുള്ള ആളാണ്. വിച്ച് വുഡ് സ്ക്വാണ്ടർ ദ സേവിങ്സ് ദ പയനിയറിംഗ് ട്രഡീഷൻസ്. അപ്പോ അതായത് പാരമ്പര്യമുള്ള ആളുകൾ ആൻഡ് ദ ഇൻക്രെഡിബിൾ സ്റ്റാമിന ഫോർ ഓഫ് യുവർ ഗ്രാൻഡ് ഫാദർ ആൻഡ് മൈൻ. അപ്പൊ നല്ലൊരു സ്റ്റാമിന ഉള്ളതാണ് മുത്തച്ഛനും എനിക്ക്. നല്ല സ്റ്റാമിനയുണ്ട്, അല്ലെങ്കിൽ ആരോഗ്യമുണ്ട്. അംബീഷ്യസ് ബട്ട് അൺഡിസിപ്ലിൻഡ്. ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, പക്ഷെ അച്ചടക്കമില്ലാത്തവരാണ്. ദാറ്റ് വാസ് ഐ. അതായിരുന്നു ഞാൻ. ദർ വാസ് എ ജീനിയസ് ഫോർ പോസ്റ്റ്പോണിംഗ്, awarding and shirking, but a certain dogged obstinacy and persistence drove me to succeed at a special undertaking upon which my heart was set. അപ്പോൾ ഞാൻ ഒരു ജീനിയസ് ആയിരുന്നു. Avoiding and shirking, but a certain dogged obstinacy and persistence drove me to succeed a special undertaking upon which my heart was set. എപ്പോഴെങ്കിലും വലിയ പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുമ്പോഴും അവിടെ വിജയം ഭരിക്കുമ്പോൾ എൻ്റെ ഹൃദയം തുടിച്ചിരുന്നു. എസ്പെഷ്യലി ഡിഡ് ഐ റിവീൽ ഇൻ അറ്റാക്കിംഗ് ദ ഡിഫിക്കൽട്ടി ഓഫ് ദ ഇമ്പോസിബിൾ. അതായത് അസാധ്യമായ കാര്യങ്ങൾ ചെയ്യാനായി ഞാൻ ശ്രമിക്കുമ്പോൾ എനിക്ക് അങ്ങനെ സംഭവിച്ചിരുന്നു. ഗ്രാൻഡ് ഫാദർ സെഡ്, എൻ്റെ മുത്തച്ഛൻ എന്നോട് പറഞ്ഞു, ഫോർ ഇൻസ്റ്റൻസ് ദാറ്റ് നോ വൺ ബട്ട് ആൻ ഓസ്ട്രേലിയൻ കുഡ് മേക്ക് ദ ആൻഡ് ത്രോ ദ ബൂമറാങ്. അതായത് ഓസ്ട്രേലിയക്കാർക്ക് ബൂമറാങ്, അന്നത്തെ ഒരു മാഗസിനില് പ്രസിദ്ധീകരിച്ച ഒരു ബൂമറാങ് ഇവര് കാണാണ്. അപ്പൊ ഓസ്ട്രേലിയക്കാർക്ക് മാത്രമേ അത് ഉണ്ടാക്കാൻ കഴിയുള്ളൂ, ആ ബൂമറാങ് എറിയാൻ കഴിയുള്ളൂ. നോ സ്കൂൾ വർക്ക് ഡൺ, നോ വുഡ് ബോക്സ് ഫീൽഡ്. അതായത് അത്തരത്തിലുള്ള ഒരു സ്കൂളിൽ പഠിക്കാത്ത അല്ലെങ്കിൽ ഒരു വുഡ് ബോക്സ് ഒന്നും ഇല്ലാത്ത ലിറ്റിൽ സ്റ്റീപ്പ് വാസ് ദെയർ ആൻഡിൽ എ ബൂമറാങ് ഹാർഡ് സർക്കിൾഡ് ദ ചർച്ച് സ്റ്റീപ്പിൾ റിട്ടേൺ ടു ഓൾമോസ്റ്റ് decapitate him. Having accomplished this, my interest ceased. അതായത് സ്കൂളിൽ പോകാതെ അല്ലെങ്കിൽ ഇപ്പൊ വുഡ് ബോക്സ് ഒന്നും ഫില്ല് ചെയ്യാതെ ഇവൻ ഇതിന്റെ പുറകെ നടന്ന് ആ ബൂമറാങ് ഉണ്ടാക്കാനായിട്ടുള്ള, അല്ലെങ്കിൽ ഉറക്കമുളച്ചിരുന്ന് ബൂമറാങ് ഉണ്ടാക്കാനായി ശ്രമിച്ചു. അത് ആ ചർച്ച് സ്ട്രീറ്റിലേക്ക് വലിച്ചെറിയുകയും ഏകദേശം ഇവരുടെ റിട്ടേണിംഗ് ടു ഓൾമോസ്റ്റ് ഡിസ്പൈറ്റഡ് ഹിം, അവനെ തന്നെ തകർക്കുന്ന രീതിയിൽ ആ ബൂമറാങ് തിരിച്ചു വരികയും ചെയ്തു. അതിനുശേഷം അവൾ സീസ് ചെയ്തു, ആ ഇൻട്രസ്റ്റ്, ആ താല്പര്യം സീസ് ചെയ്യപ്പെട്ടു. സോ ഇറ്റ് വാസ് വിത്ത് മൈ അംബിഷൻ ടു ബി എ ബോൾ പ്ലെയർ. എൻ്റെ ആഗ്രഹം എനിക്കൊരു ബോൾ പ്ലെയർ ആകണമെന്നായിരുന്നു. ഐ വാസ് ഫൈനലി എലക്ടഡ് ക്യാപ്റ്റൻ ഓഫ് ദ ടീം ഓഫ് ദ ലിറ്റിൽ സെമിനാരി. അങ്ങനെ ഞാൻ അവിടെയുള്ള ലിറ്റിൽ സെമിനാരിയിലെ ക്യാപ്റ്റനായിട്ട് എന്നെ സെലക്ട് ചെയ്തു. ഐ അറ്റൻഡഡ് ആഫ്റ്റർ ലീവിങ് കൺട്രി സ്കൂൾ. ഞാൻ കൺട്രി സ്കൂളില് പഠിക്കാനായി പോയി. സമ്മൺ ടോൾഡ് മീ ഐ കുഡ് നെവർ സിംഗ്. ചിലർ എന്നോട് പറഞ്ഞു നിനക്ക് ഒരിക്കലും പാടാൻ കഴിയില്ലെന്ന്. സോ ഐ ടുക്ക് അപ്പ് വോയിസ് അൻഡിൽ ഐ ഹാഡ് അപ്പിയർഡ് ഇൻ എ റെസിറ്റൽ. അപ്പൊ ഞാനും എൻ്റെ ശബ്ദം പാടുന്ന രീതിയിലാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നു. ആസ് ഇസ് എ ബൂമറാങ് മൈ ഇൻട്രസ്റ്റ് എൻഡഡ് അബ്രപ്റ്റ്ലി. പക്ഷെ ബൂമറാങ്ങിനെ പോലെ ആയില്ല, അതെന്റെ താല്പര്യം നിന്നുപോയി. ഐ ഹാഡ് കമൻസ്ഡ് ടു ഫ്യൂസ് വിത്ത് ദ വയലിൻ. പിന്നെ ഞാൻ വയലിൻ വായിക്കാനായി തുടങ്ങി. ദിസ് ബിക്കേം സച്ച് ആൻ ഒബ്സഷൻസ് ദാറ്റ് അത്ലറ്റിക്സ്, അതൊരു നല്ലൊരു ഭയങ്കര ഒരു മാനസിക സമ്മർദ്ദമായിരുന്നു.
സാധാരണ അത്ലറ്റിക്സിനും സ്കൂൾ വർക്കിനും ആൻഡ് ഓൾ എൽസ് വെന്റ് ബൈ ദ ബോർഡ് മച്ച് ടു എവരി വൺ കോൺസെൻട്രേഷൻ. മറ്റുള്ളവരെ സ്കൂൾ വർക്കിലും അത്ലറ്റിക്സിലും സ്പോർട്സിലും എല്ലാം ശ്രദ്ധിച്ചപ്പോൾ ഞാൻ ഇനി വയലിൻ വായനയിലേക്ക് ശ്രദ്ധിച്ചു. ഐ ക്യാരിഡ് ഫീഡിങ് സോ ഫാർ ഐ ഫെയിൽഡ് ടു ഗ്രാജുവേറ്റ്. അതുകൊണ്ട് തന്നെ ഐ ക്യാരിഡ് ഫിഡ്ലിംഗ്, അതെങ്കിൽ ഈ വയലിനുമായിട്ട് നടന്നുകൊണ്ട് തന്നെ ഞാൻ ഗ്രാജുവേഷൻ പരാജയപ്പെട്ടു, ബിരുദം പരാജയപ്പെട്ടു. ഇറ്റ് വാസ് മോസ്റ്റ് എംബറേസിങ്. ഇത് വളരെ നാണക്കേടുണ്ടാക്കി. ഫോർ ഐ വാസ് പ്രസിഡന്റ് ഓഫ് ദ സീനിയർ ക്ലാസ്. ഞാൻ പ്രസിഡന്റ് ആയിരുന്നു സീനിയർ ക്ലാസിന്റെ. സോ കൊളാപ്സ്ഡ് എ സർട്ടൻ ലെജൻഡ് ഓഫ് ഇൻഫബിലിറ്റി ഐ ഹാഡ് ബിൽറ്റ് അറൌണ്ട് മൈസെൽഫ്. അപ്പൊ എന്റെ ചുറ്റും ഞാൻ കെട്ടിപ്പൊക്കിയിരുന്ന ഒരു വലിയ സാമ്രാജ്യം തകർന്നു വീണു. റിപ്പയറിംഗ് ദിസ് ഫെയിലിയർ, എനിക്ക് ഈ പരാജയം റിപ്പയർ ചെയ്യേണ്ടതുണ്ട്. ഐ അറ്റംപ്റ്റ് ടു എൻ്റർ എ ലീഡിംഗ് ടെക്നിക്കൽ സ്കൂൾ. അങ്ങനെ ഞാനൊരു പ്രസിദ്ധമായിട്ടുള്ള ഒരു ടെക്നിക്കൽ സ്കൂളിലേക്ക് ടെക്നിക്കൽ സ്കൂളിൽ ചേർന്നു. ബിക്കോസ് ഓഫ് ഫിയേഴ്സ് enthusiasm I had displayed for matters chemical and electrical was assumed I was destined to become an engineer. എനിക്ക് ഒരു എഞ്ചിനീയർ ആകണമെന്നുള്ള ആഗ്രഹത്താലാണ് ഞാൻ കെമിക്കലും ഇലക്ട്രിക്കലും ഒക്കെ പഠിക്കാൻ തുടങ്ങുന്നത്. അറ്റ് ബോസ്റ്റണിൽ വെച്ചാണ്. ഐ ഫെയിൽഡ് ദ എൻട്രൻസ് എക്സാമിനേഷൻ ഡിസ്മലി. ഞാൻ ആ എൻട്രൻസ് എക്സാമിനേഷന് പരാജയപ്പെട്ടു. മൈ പീപ്പിൾ വെയർ ഹാഡ് ബ്രോക്കൺ. എന്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ആളുകൾ ഹൃദയവേദന ഉണ്ടാക്കി. ആൻഡ് മൈ സെൽഫ് സഫിഷ്യന്റ് ഗോട്ട് അനദർ സിവിയർ ഡിഫ്ലേഷൻ. എനിക്കും അങ്ങനെ വലിയൊരു നിരാശ അനുഭവപ്പെട്ടു. ഫൈനലി അവസാനം ഐ കമൻസ്ഡ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അറ്റ് ആൻ എക്സലന്റ് മിലിറ്ററി കോളേജ്. ഞാനൊരു വലിയ മിലിറ്ററി കോളേജ്, പട്ടാള കോളേജിൽ ഞാൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിന് ചേർന്നു. വേർ ഇറ്റ് വാസ് ഫെർവെന്റ്ലി ഹോപ്ഡ് ഐ വുഡ് ഗെറ്റ് ഡിസിപ്ലിൻഡ്. ഇത് എനിക്ക് പ്രതീക്ഷ നൽകി എനിക്ക് അച്ചടക്കം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന്. നോ സച്ച് തിങ്സ് ഹാപ്പൻ. പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. ആസ് യൂഷ്വൽ ഐ ഹാഡ് ഗുഡ് ഗ്രേഡ്സ് വെൻ ഇൻട്രസ്റ്റഡ് ബട്ട് ഓഫൺ ഫെയിൽഡ് വെൻ നോട്ട്. അതായത് എനിക്ക് താല്പര്യമുള്ളപ്പോഴും എനിക്ക് നല്ല ഗ്രേഡ് കിട്ടി, പക്ഷെ താല്പര്യം കുറയുമ്പോൾ ഞാൻ പരാജയപ്പെട്ടു. ദർ വാസ് എൻ ഇലുമിനേറ്റിംഗ് ഇൻസ്റ്റൻസ് കൺസേണിങ് മൈ കാൽക്കുലസ് ടീച്ചർ. എൻ്റെ കണക്ക് ടീച്ചറിൻ്റെ ഇടയിൽ എനിക്കൊരു സ്വാധീനമുണ്ടായിരുന്നു. നോട്ട് വൺ ഫോർമുല വുഡ് ഐ ലേൺ. ഒരു ഫോർമുലയും ഞാൻ പഠിച്ചില്ല. അൻറ്റിൽ ഓൾ ഓഫ് ദ തിയറി അണ്ടർലൈങ് ദ സബ്ജക്ട് വാസ് മെയ്ഡ് ക്ലിയർ. ഒരു തിയറിയും പഠിക്കാതെ തന്നെ പല തിയറികളും ഞാൻ ആ സബ്ജക്റ്റിൽ കൃത്യമായി എഴുതി. അറ്റ് ദ ലൈബ്രറിയിൽ ഐ പോർഡ് ഓവർ ദ റിസർച്ചേഴ്സ് ഓഫ് ലേബിയൻസ് ആൻഡ് ന്യൂട്ടന്റെയും ലേബിയൻസിന്റെയും റിസർച്ചുകളെ കുറിച്ച് ഞാൻ വായിക്കാൻ തുടങ്ങി. ഹൂസ് ജീനിയസ് ഹാഡ് മേഡ് കാൽക്കുൽ പോസിബിൾ. അപ്പൊ കാൽക്കുലൽ പോസിബിൾ. ലവിങ് കോൺട്രവേഴ്സി, വളരെ സ്നേഹമുള്ള കോൺട്രവേഴ്സി ആയിരുന്നു. അതായത് ആർഗ്യൂഡ് മച്ച് വിത്ത് മൈ ഇൻസ്ട്രക്ടർ. പലപ്പോഴും ഞാൻ എൻ്റെ ഇൻസ്ട്രക്ടറോട് തർക്കിക്കാൻ തുടങ്ങി. ഹു ക്വൈറ്റ് പ്രോപ്പർലി ഗീവ് മി എ 0. പലപ്പോഴും എനിക്ക് അയാൾ 0 മാർക്ക് നൽകി. ഫോർ ഐ ഹാഡ് സോൾവ്ഡ് ഓൺലി ദ ഫസ്റ്റ് പ്രോബ്ലം ഓഫ് ദ ഹോഴ്സ്. കാരണം മിക്കവാറും ഞാൻ ആദ്യത്തെ ഒരു കണക്ക് മാത്രമേ പൂർത്തീകരിക്കാനുള്ളൂ. അറ്റ് ദിസ് ജെഞ്ചർ, ഇത്തരം പ്രവൃത്തികളിൽ ആൻഡ് ക്വറ്റ് കൺവീനിയന്റ്ലി ഫോർ മീ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഡിസൈഡ് ടു ഗോ ടു വാർ. ഈ സമയത്താണ് അമേരിക്ക യുദ്ധത്തിലേക്ക് നീങ്ങുന്നത്. വി സ്റ്റുഡൻസ് ബോൾട്ടഡ്. ഞങ്ങളെല്ലാം പൂട്ടപ്പെട്ടു. ഓൾമോസ്റ്റ് എ മാൻ, എല്ലാ പുരുഷന്മാരും. ഫോർ ദ ഫസ്റ്റ് ഓഫീസേഴ്സ് ട്രെയിനിങ് ക്യാമ്പ് അറ്റ് പ്ലാറ്റ്സ്ബർഗ്. ഞങ്ങളെല്ലാവരും കൂടി ഫസ്റ്റ് ഓഫീസേഴ്സ് ട്രെയിനിങ്ങിനായി പ്ലാറ്റ്സ്ബർഗിൽ എത്തിച്ചേർന്നു, ആ ക്യാമ്പിൽ എത്തിച്ചേർന്നു. ഐ വാസ് കമ്മീഷണഡ് സെക്കൻഡ് ലെഫ്റ്റനന്റ് ഓഫ് ആർട്ടിലറി. ഞാൻ സെക്കൻഡ് ലിeutenant ആയിട്ട് ആർമിയിൽ എലക്ട് ചെയ്തു. ദാറ്റ് ബ്രാഞ്ച് റാദർ ദാൻ ഏവിയേഷൻ ഓർ ഇൻഫൻട്രി. അതാണെങ്കിൽ ഏവിയേഷനെ കുറിച്ചോ അല്ലെങ്കിൽ ഇൻഫൻട്രിയെ കുറിച്ചോ പഠിപ്പിക്കുന്നതായിരുന്നു. ഫോർ വെൻ ഐ ലേ ഇൻ മൈ ബങ്ക് അറ്റ് നൈറ്റ്, ഞാൻ എൻ്റെ ബങ്കില് രാത്രി കഴിഞ്ഞു കൂടിയപ്പോൾ ഐ ഹാഡ് ടു കൺഫസ് ഐ ഡിഡ് നോട്ട് വാണ്ട് ടു ബി കിൽഡ്. എനിക്ക് കൊല്ലപ്പെടേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ എനിക്ക് മരിക്കേണ്ട ആവശ്യമില്ല. ദിസ് സസ്പീഷ്യസ് ഓഫ് കവാർഡിയസ് ബോതേഡ് മീ. ഇതെന്നെ വല്ലാതെ ശല്യം ചെയ്തു. ഫോർ ഇറ്റ് കുഡിൻ ബി റീകൺസിൽഡ് വിത്ത് ദ ട്രൂലി എക്സലേറ്റഡ് പട്രോട്ടിസം വിച്ച് ടുക്ക് പൊസഷൻ വെൻ ഐ ഡിഡ് ഹാഡ് ഇൻ ടൈം ടു തിങ്ക്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചിന്തിച്ചു വരുന്നപ്പോ ലേറ്റഡ് അണ്ടർ ഫയർ ബോർഡിന്റെ അരികിൽ വെച്ച് ഐ വാസ് റിലീവ്ഡ് ടു ലേൺ ഐ വാസ് ലൈക്ക് മോസ്റ്റ് മെൻ. ഞാൻ എല്ലാ മനുഷ്യരെയും പോലെ തന്നെയാണ്. സ്കേർഡ് എനഫ്, എനിക്ക് ഭയമുണ്ട്, ബട്ട് വില്ലിംഗ് ടു സീ ഇറ്റ് ത്രൂ. പക്ഷെ ഇത് കടന്നു പോകേണ്ടതുണ്ട്. ഐ വാസ് അസൈൻഡ് ടു എ പോസ്റ്റ് ഓൺ ദ ന്യൂ ഇംഗ്ലണ്ട് കോസ്റ്റ്. അങ്ങനെ ഞാൻ അവിടെ ന്യൂ ഇംഗ്ലണ്ട് ഒരു പോസ്റ്റ് കണ്ടു. ദ പ്ലേസ് ഈസ് ഫേമസ് ഓഫ് ഇറ്റ്സ് യാങ്കി ട്രേഡിംഗ് ആൻഡ് വെയിലിംഗ് ട്രഡീഷൻ.
അപ്പൊ യാങ്കി ട്രേഡിങ്ങും വെയിലിംഗ് ട്രഡീഷനും ഒക്കെ ഉള്ള ഒരു ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ് ന്യൂ ഇംഗ്ലണ്ട് കോസ്റ്റില്, ന്യൂ ഇംഗ്ലണ്ടിന്റെ തീരത്ത്. ടു ഫാർ റീച്ചിങ് ഈവൻസ് ടുക്ക് പ്ലേസ് ഹിയർ. അവിടെ രണ്ട് സംഭവങ്ങളാണ് സംഭവിച്ചത്. ഐ മാരീഡ്, ഞാൻ വിവാഹം കഴിച്ചു. ഹാഡ് മൈ ഫസ്റ്റ് റിംഗ് ആൻഡ് ലൈക്ക്ഡ് ഇറ്റ്, ഞാൻ കല്യാണവും കഴിച്ചു. അവിടെ വെച്ചാണ് എൻ്റെ ആദ്യത്തെ കുടിയും സംഭവിക്കുന്നത്. മൈ വൈഫ് വാസ് സിറ്റി ബ്രെഡ്, അവളൊരു സിറ്റിയിലെ ആളായിരുന്നു. ഷീ റെപ്രസെന്റഡ് എ വേ ഓഫ് ലൈഫ് ഫോർ വിച്ച് ഐ സീക്രട്ട്ലി ലോങ്ഡ്. അവള് ജീവിച്ചിരുന്ന ജീവിതം ഞാൻ രഹസ്യമായി കുറെ കാലം കൊണ്ടുനടന്നത്. ടു ബി ഹെർ കൈൻഡ് മീൻഡ് ഫൈൻ ഹൗസസ്, അവളെ സംബന്ധിച്ചിടത്തോളം ഫൈൻ ഹൗസസ്, നല്ല വീടുണ്ടായിരിക്കണം. സെർവൻസ്, ജോലിക്കാരുണ്ടാവണം. ഗേ ഡിന്നേഴ്സ്, നല്ല അത്താഴ വിരുന്നിന് ഒത്തിരി ആളുകൾ ഉണ്ടാവണം. കൾട്ടിവേറ്റഡ് കോൺവെർസേഷൻ, നല്ല സംഭാഷണത്തിൽ ഏർപ്പെടണം. ആൻഡ് മച്ച് എൻവീഡ് സൊഫറ്റിസിക്കേഷൻ. ഐ ഓഫൺ ഫെൽറ്റ് എ woeful lack of poise and polish. These inferiorities were later to draw me cityward in quest of success, as I suppose they have many a country boy. ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും താല്പര്യമില്ലാത്തതുകൊണ്ട് എന്നെ പലപ്പോഴും അവർ ചിന്തിച്ചിരുന്നത് കൺട്രി ബോയ് ആയിട്ടാണ്, അല്ലെങ്കിൽ ഗ്രാമവാസിയായിട്ടാണ്. ദിസ് പാരഗ്രാഫ് വേർ ഒറിജിനലി ഫോളോഡ് ബൈ ദ ലൈൻ. അപ്പോൾ ഇത് ഈ പാരഗ്രാഫുകൾ ഫോളോ ചെയ്തത് വാർ ഫീവർ റാൻ ഹൈ ഇൻ ദ ന്യൂ ഇംഗ്ലണ്ട് ടൗൺ. ന്യൂ ഇംഗ്ലണ്ട് പട്ടണത്തിൽ യുദ്ധപ്പനി പടർന്നു പൊങ്ങി എന്ന് പറയുന്ന ബില്ലിന്റെ കഥയെ പറയുന്ന ഭാഗത്തിന് ശേഷമാണ് ഈ ഭാഗം ഉള്ളത്. ആൻഡ് ദിസ് നൗ ബിക്കം ദ ഗ്രിപ്പിംഗ് ഓപ്പണിംഗ് സെന്റൻസ്. അപ്പോൾ ഇത് ബില്ലിന്റെ കഥയിലെ ന്യൂ ഇംഗ്ലണ്ട് പട്ടണത്തിൽ യുദ്ധപ്പനി പടർന്നു പൊങ്ങി എന്ന് പറയുന്നത് ഒരു ഓപ്പണിംഗ് സെന്റൻസ് മാത്രമായി ഒതുക്കി. Having significantly more dramatic impact than the lackluster. At the age of 10, I went to live with my grandfather and grandmother. അതായത് 10ാമത്തെ വയസ്സിൽ ഞാൻ എൻ്റെ മുതുമുത്തശ്ശന്മാരോടൊപ്പം, അല്ലെങ്കിൽ മുതുമുത്തശ്ശന്മാരെന്നല്ല, മുത്തച്ഛനോടും മുത്തശ്ശിയോടൊപ്പം പഠിക്കാനായി പോയി അല്ലെങ്കിൽ ജീവിക്കാനായി പോയി എന്ന് പറയുന്ന ഭാഗം പൂർണ്ണമായി ഒഴിവാക്കി. The rest of that new opening paragraph tells Bill's discovery of alcohol as a young army. അപ്പോൾ ന്യൂ ഇംഗ്ലണ്ട് പട്ടണത്തിലെ യുദ്ധപ്പനി പടർന്നു പൊങ്ങിയതിന് ശേഷം നേരിട്ട് തന്നെ എങ്ങനെയാണ് ഇദ്ദേഹം ന്യൂ ഇംഗ്ലണ്ടിൽ വെച്ച് മദ്യവുമായി ബന്ധപ്പെട്ടത് എന്ന് പറയുന്ന the rest of the new opening paragraph tells Bill's discovery of alcohol as a young army officer. അതായത് ഒരു സൈനിക ഓഫീസർ ആയിരുന്നപ്പോൾ എങ്ങനെയാണ് ഇദ്ദേഹം മദ്യം കണ്ടുപിടിച്ചത്, അല്ലെങ്കിൽ മദ്യവുമായി ബന്ധപ്പെട്ടത് എന്ന് പറയുന്ന ഭാഗത്തേക്ക് നേരെ പോവുകയാണ് ചെയ്തത്. ആൻഡ് ഹൗ ഇൻ ഹിസ് ലോൺലിനെസ്, എങ്ങനെയാണ് അവൻ ഏകാന്തനായത്. ഹി ടേൺഡ് മോർ ആൻഡ് മോർ ടു ഡ്രിങ്ക് ഫോർ റിലീഫ്, ആശ്വാസത്തിന് വേണ്ടി അവൻ എങ്ങനെയാണ് കൂടുതൽ കുടിച്ചത് എന്ന് പറയുന്ന ഭാഗത്തേക്ക് അത് പോവാണ്. ബിൽസ് വാർ ടൈം എക്സ്പീരിയൻസ് ഷോർട്ടൻഡ്. പിന്നീട് ബിൽസിന്റെ വാർ ടൈമിൽ അല്ലെങ്കിൽ യുദ്ധകാല സമയത്ത് ഉണ്ടായിരുന്ന ആ ഭാഗം വീണ്ടും വെട്ടിക്കുറച്ചു. The next few paragraphs dealing with the Bill's wartime experience. പിന്നീടുള്ള പാരഗ്രാഫുകൾ മൾട്ടിലിത്ത് കോപ്പിയിൽ അവന്റെ അനുഭവങ്ങൾ, അതായത് യുദ്ധകാലത്ത് അവനുണ്ടായ കുറെ അനുഭവങ്ങളാണ് വിവരിക്കുന്നത്. Were also severely edited, അതും നന്നായി എഡിറ്റ് ചെയ്യപ്പെട്ടു. But the results there were less fortunate. അപ്പൊ അതൊരു കുറഞ്ഞ നിർഭാഗ്യമാണ് നമുക്കുള്ളത്. യൂസൽസ് ഡിലേഷൻ മേ ഹാവ് റിസോൾവ്ഡ് വൺ പർട്ടിക്കുലർ പ്രോബ്ലം. അതായത് ടോം യൂസല് ആ ഭാഗം ഡിലേറ്റ് ചെയ്തതുകൊണ്ട് അവിടെ ഒരു പ്രശ്നത്തിന് പരിഹാരമായി. ബട്ട് ദ ഇമ്മീഡിയറ്റ്ലി കോസ്ഡ് അനദർ. പക്ഷെ അത് ഉടനെ തന്നെ മറ്റൊരു പ്രശ്നവും ഉണ്ടാക്കി. ആഫ്റ്റർ ടോം എഡിറ്റ്, അതായത് ടോമിന്റെ ആ എഡിറ്റ് കഴിഞ്ഞു, ഓൾ ദാറ്റ് റിമൈൻഡ് അറ്റ് ദ ഒറിജിനൽ ടെക്സ്റ്റ് വാസ്, അതായത് ബില്ല് എഴുതിയ കഥയിൽ നിന്നും ചുരുങ്ങിയ എഴുത്തുകളിലേക്ക് അത് മാറി. വി ലാൻഡഡ് ഇൻ ഇംഗ്ലണ്ട്, ഞങ്ങൾ ഇംഗ്ലണ്ടിൽ കപ്പലിറങ്ങി. ഐ വിസിറ്റഡ് വിഞ്ചസ്റ്റർ കത്തീഡ്രൽ, ഞാൻ വിഞ്ചസ്റ്റർ ദേവാലയം സന്ദർശിച്ചു. മച്ച് മൂവ്ഡ് ഐ വാണ്ടേഡ് ഔട്ട്സൈഡ്, അതിൽ ഞാൻ ആകർഷനായി ഞാൻ പുറത്ത് വീണ്ടും ചുറ്റി നടന്നു. മൈ അറ്റൻഷൻ വാസ് കോട്ട് ബൈ എ ഡോഗറൽ ഓൺ ആൻ ഓൾഡ് ടോം സ്റ്റോൺ, ഒരു ശവക്കല്ലടിയിൽ കുറിച്ചു വെച്ചിരുന്ന ഹാസ്യ കവിതാ ശകലം എന്റെ ശ്രദ്ധ പിടിച്ചെടുത്തു. Here lies a Hampshire grandad who caught his death drinking cold small beer. A good soldier is ne'er forgot whether be death by musket or by pot. തണുത്ത ബിയർ കുടിച്ചു മരണം കൈവരിച്ച ഹാംഷയറുകാരനായ പോരാളി ഇവിടെ ശയിക്കുന്നു. തോക്കിനിരയായി മരിച്ചാലും
മദ്യചഷകത്തിന് അടിമപ്പെട്ട് മരിച്ചാലും ഒരു നല്ല സൈനികൻ ഒരിക്കലും വിസ്മരിക്കപ്പെടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒമേനിയസ് വാണിംഗ് വിച്ച് ഐ ഫെയിൽഡ് ടു ഹിയർ. അശുഭ സൂചകമായ മുന്നറിയിപ്പ് അതാകട്ടെ എനിക്ക് ചെവിക്കൊള്ളാൻ പറ്റാതെയും പോയി. വിൽ സിമ്പിൾ സ്റ്റേറ്റ്മെന്റ് ഹിയർ ദാറ്റ് ഹി വാസ് മച്ച് മൂവ്ഡ് അറ്റ് വിഞ്ചസ്റ്റർ കത്തീഡ്രൽ. ഇവിടെ വെച്ചിട്ട് ബിൽ വിൽസൺ ബില്ലിന്റെ കഥയിൽ പറയുന്നത് അദ്ദേഹം വിഞ്ചസ്റ്റർ കത്തീഡ്രലിലേക്ക് മൂവ് ചെയ്തു എന്നാണ്. ഹാസ് പസിൽഡ് മെനി റീഡേഴ്സ്. ഇത് പല ആളുകൾക്ക് വായനക്കാർക്കും കുഴപ്പത്തിലാ ചിന്തിക്കും. ഓഫ് ദ ബുക്ക് ഓവർ ദ ഇയേഴ്സ്, അതായത് കുറെ കാലങ്ങളായി ബുക്കിന് വായിക്കുന്ന ആളുകൾക്ക് ഒരു കുഴപ്പത്തിലാക്കും. എസ്പെഷ്യലി സിൻസ് ലേറ്റർ ദാറ്റ് ചാപ്റ്റർ ഹി മേക്സ് ടു മോർ സ്പെസിഫിക് റെഫറൻസ് ടു ഹിസ് സ്പിരിച്വൽ എക്സ്പീരിയൻസ് ദയർ. അതായത് അവിടെ വെച്ചിട്ട് അദ്ദേഹത്തിനുണ്ടായ രണ്ട് ആത്മീയ അനുഭവങ്ങളിലെ ആദ്യത്തെ ആത്മീയ അനുഭവമാണ് അവിടെ അദ്ദേഹം പറയുന്നത്. ദ ഫസ്റ്റ് സിംപ്ലി നോട്ട്സ് ദാറ്റ് ഈവൻ എബി ഒറിജിനലി വിസിറ്റഡ് ഹിം വിത്ത് ദ മെസ്സേജ് ഓഫ് റിക്കവറി. എന്നാണോ തന്റെ വിദ്യാലയ സുഹൃത്തായ എബി താച്ചർ അദ്ദേഹത്തിനെ കാണാൻ വന്നപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ മെസ്സേജ്, റിക്കവറിയുടെ മെസ്സേജ്, ദാറ്റ് വാട്ട് ടൈം ഡേ ഇൻ ഓൾഡ് മെസ്സേജ് കെയിം ബാക്ക് അഗെയിൻ. അത് ആ ഒരു സന്ദേശം വീണ്ടും ഈ പറയുന്ന വിഞ്ചസ്റ്റർ കത്തീഡ്രലിൽ വെച്ചിട്ട് വീണ്ടും അദ്ദേഹത്തിന് വന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. വിച്ച് ടെൽസ് അസ്, ഇത് നമ്മളോട് പറയുന്നത് നത്തിങ് അബൌട്ട് വാട്ട് ഇറ്റ് വാസ് ദാറ്റ് കെയിം ബാക്ക് ആൻഡ് വൈ. എന്തുകൊണ്ടാണ് അത് അങ്ങനെ ഉണ്ടായത് എന്ന് നമ്മളോട് പറയുന്നില്ല. ദ സെക്കൻഡ് മെൻഷൻ ഈസ് എ ബിറ്റ് മോർ എക്സ്പെൻസീവ്. അപ്പൊ രണ്ടാമത്തെ സൂചന ഇച്ചിരിയും കൂടി വിലപ്പെട്ടതാണ്. ബട്ട് സ്റ്റിൽ പ്രൊവൈഡ് ഓൺലി എ പാർഷ്യൽ ഗ്ലിംസ് ഓഫ് വാട്ട് ഹാപ്പൻ ഓഫ് ദാറ്റ് ഇൻ ഇംഗ്ലണ്ട്. രണ്ടാമത്തെ ഭാഗം പറയുന്നത് വളരെ ചുരുങ്ങിയ ഒരു രീതിയിലാണ്. അതിനകത്ത് നമുക്ക് എന്താണ് അവിടെ സംഭവിച്ചതെന്ന് പറയുന്നത്. ദ റിയൽ സിഗ്നിഫിക്കൻറ്റ് ഓഫ് മൈ എക്സ്പീരിയൻസ് ഇൻ ദ കത്തീഡ്രൽ ബേർസ്റ്റ് അപ്പോൺ മീ. ആ കത്തീഡ്രൽ പള്ളിയിൽ വെച്ച് നടന്ന ആ ഒരു ഇത് എന്നോടൊപ്പം ഉണ്ടായിരുന്നു. ഫോർ എ ബ്രീഫ് മൊമെന്റ്, കുറച്ച് സമയത്തേക്കെങ്കിലും. ഐ ഹാഡ് നീഡഡ് ആൻഡ് വാണ്ടഡ് ഗോഡ്. എനിക്ക് ദൈവത്തിനെയും ആവശ്യമുണ്ട് എന്ന് തോന്നി. ദർ ഹാഡ് ബീൻ എ ഹംബിൾ വില്ലിങ്നെസ് ടു ഹാവ് ഹിം വിത്ത് മീ. എനിക്ക് അപ്പോൾ എളിമ കൂടി നിറഞ്ഞ ഒരു ആഗ്രഹം അവൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ വിചാരിച്ചു. ആൻഡ് ഹി കെയിം, അവൻ വന്നു. ബട്ട് സൂൺ ദ സെൻസ് ഓഫ് ഹിസ് പ്രസൻസ് ഹാഡ് ബീൻ blotted out by worldly clamors, mostly them within myself. So it had been ever since how blind I had been. അതിനുശേഷം അത് എന്നോടൊപ്പം വന്നെങ്കിലും പിന്നീട് അത് എന്നിൽ നിന്ന് പോവുകയും എന്നെ ഇരുട്ടിലാക്കുകയും ചെയ്തു എന്ന് പറയുകയാണ്. അപ്പൊ ബില്ലിന്റെ കഥയിൽ പറയുന്ന ഒരു ഭാഗമാണത്. ബോത്ത് ഓഫ് ദിസ് ലേറ്റർ റെഫറൻസ് ടു വിഞ്ചസ്റ്റർ വെയർ ഒറിജിനലി റിട്ടൺ വിത്ത് ദി presumption that the reader was already familiar with the specifics of the profound experience he had there before sailing for France in 1918. 1918 ഫ്രാൻസിലേക്ക് അദ്ദേഹം കപ്പലിൽ കയറിയപ്പോൾ അദ്ദേഹത്തിന് ഈ പറയുന്ന രണ്ട് വിഞ്ചസ്റ്ററിലുണ്ടായ ഈ രണ്ട് അനുഭവങ്ങളും വായനക്കാരിലേക്ക് പരിചയപ്പെടുത്താനാണ് അദ്ദേഹം അതവിടെ പറയുന്നത്. ബട്ട് യൂസൽ ഹാഡ് ടേക്കൺ ഔട്ട് ഓൾ ദ ഓവർട്ട്ലി റിലീജിയസ് ഡീറ്റെയിൽസ് ഫ്രം ദ ഫസ്റ്റ് അക്കൗണ്ട്. ഇവിടെ വെച്ചിട്ടാണ് ടോം യൂസൽ എന്ത് ചെയ്തു, മതപരമായിട്ടുള്ള ഈ ഒരു വലിയ ഡീറ്റെയിൽസിനെ അദ്ദേഹം റിമൂവ് ചെയ്യാൻ തീരുമാനിച്ചു. ലൈക്ലി ഫിയറിംഗ് ദാറ്റ്, അദ്ദേഹത്തിന് ഒരു ഭയമുണ്ടായി. സച്ച് ആസ് ഇമ്മീഡിയറ്റ് ഇൻട്രഡക്ഷൻ ഓഫ് ഗോഡ്. അതായത് ബില്ലിന്റെ കഥ വായിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് തന്നെയുള്ള ഒരു ദൈവത്തിന്റെ ഒരു പരിചയപ്പെടുത്തൽ ഇൻടു ദ സ്റ്റോറി വുഡ് ഡിസ്യൂഡ് മെനി റീഡേഴ്സ് ഫ്രം ഗോയിങ് എനി ഫർദർ ഇൻ ദ ബുക്ക്. അതായത് മുൻപോട്ട് വായനക്കാരനെ കൊണ്ടുപോകുന്നതിൽ ചിലപ്പോൾ തടസ്സപ്പെടുത്തിയാലോ എന്ന് എഡിറ്റർക്ക് ഒരു ബോധ്യമുണ്ടായത് കൊണ്ടാണ് അദ്ദേഹം അത് റിമൂവ് ചെയ്തത്. The earlier version of the text provided concrete details for why Wilson was to move to that day in England. അപ്പോ ഇതിന്റെ മൾട്ടിലിത്ത് കോപ്പിയിലുള്ള വെർഷൻ ആ ടെക്സ്റ്റ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അതിന്റെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു വിശദീകരണമാണ്. ബിൽ എന്തുകൊണ്ടാണ് ഇംഗ്ലണ്ടിലേക്ക് പോയത്. വി വേർ ഇൻ ഇംഗ്ലണ്ട്, ഞങ്ങൾ ഇംഗ്ലണ്ടിലെത്തി. ഐ സ്റ്റുഡ് ഇൻ വിഞ്ചസ്റ്റർ കത്തീഡ്രൽ വിത്ത് ഹെഡ് ബൗഡ്. ഞാൻ തല കുനിച്ച് വിഞ്ചസ്റ്റർ കത്തീഡ്രൽ പള്ളിയിൽ നിൽക്കുകയാണ്. അറ്റ് ദ പ്രസൻസ് ഓഫ് സംതിങ് ഐ ഹാഡ് നെവർ ഫെൽറ്റ് ബിഫോർ. എനിക്ക് ആ സമയത്ത് എന്തോ തോന്നി, അതിനു മുമ്പ് തോന്നാത്ത ഒരു തോന്നൽ. വേർ നൗ വാസ് ദ ഗോഡ് ഓഫ് ദ പ്രീച്ചേഴ്സ്. എവിടെയാണ് ഇപ്പോൾ ദൈവത്തെ പറ്റി പ്രസംഗിക്കുന്നവർ. അക്രോസ് ദ ചാനൽ തൗസൻഡ്സ് വെയർ പെരിഷിംഗ് ദാറ്റ് ഡേ. വൈ ഡിഡ് ഹി നോട്ട് കം. ഇങ്ങനെ പല ചാനലിലൂടെയും അവരിങ്ങനെ പല വഴികളിലൂടെയും അവരിങ്ങനെ പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് അവൻ വരാത്തത്. സഡൻലി ഇൻ ദാറ്റ് മൊമെന്റ് ഓഫ് ഡാർക്ക്നെസ്, ആ ഇരുട്ട് പിടിച്ച സമയത്ത് ഹി വാസ് ദെയർ, അവൻ വന്നു. ഐ ഫെൽറ്റ് ആൻ എൻവലപ്പിംഗ് കംഫർട്ടിംഗ് പ്രസൻസ്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് തന്നെ ഒരു സുരക്ഷിതത്വ തോന്നി. ടിയേഴ്സ് സ്റ്റുഡ് ഇൻ മൈ ഐസ്. എന്റെ കണ്ണുകളിൽ കണ്ണീർ നിറഞ്ഞു.
ഐ ഹാഡ് ഗ്ലിംസ്ഡ് ദ ഗ്രേറ്റ് റിയാലിറ്റി. ഞാൻ ആ വലിയ യാഥാർത്ഥ്യത്തിൽ ലയിച്ചു. മച്ച് മൂവ്ഡ് ഐ വാണ്ടഡ് ത്രൂ ദ കത്തീഡ്രൽ യാർഡ്. ഞാൻ ആ കത്തീഡ്രൽ യാർഡില് കത്തീഡ്രലിന്റെ പരിസര പ്രദേശത്ത് ചലിച്ചുകൊണ്ടിരുന്നു. മൈ അറ്റൻഷൻ വാസ് കോട്ട് ബൈ എ ഡോഗിൾ ഓൺ ആൻ ഓൾഡ് ടോംസ്പൺ. അതായത് ഒരു ശവക്കല്ലറയിൽ എഴുതി വെച്ചിരിക്കുന്ന വാചകത്തിലേക്ക് എന്റെ ശ്രദ്ധ തിരിഞ്ഞു. ഹിയർ ലൈസ് എ കാംഷെയർ grandeur who caught his death drinking cold small beer. A good soldier is never forgot what he death by musket or by port. അതായത് ഒരു പോരാളി അല്ലെങ്കിൽ തണുത്ത ബിയർ കുടിച്ച് മരണം കൈവരിച്ച ഹാംഷയർ ഹാംഷയർകാരനായിട്ടുള്ള പോരാളി, ഗ്രനേഡിയർ എന്ന് പറഞ്ഞാൽ ഗ്രാനേഡ് എറിയാൻ പരിശീലനം ലഭിച്ച പോരാളി, അവൻ കള്ളു കുടിച്ച് മരിച്ചാലും തോക്കിനിരയായി മരിച്ചാലും, ഡ്രിങ്കിങ് കോൾഡ് സ്മോൾ ബിയർ, ചിലപ്പോ ഒരു ബിയർ സ്മോൾ ബിയർ തണുത്ത് സ്മോൾ ബിയർ കുടിച്ച് മരിച്ചാലും, വെടികൊണ്ട് മരിച്ചാലും, ഹി ഡെത്ത് ബൈ മസ്കറ്റ് ഓർ ബൈ പോട്ട്, അവനൊരിക്കലും മറക്കപ്പെടുകയില്ല. മൈ മൂഡ് ചേഞ്ച്ഡ്, എന്റെ മൂഡ് മാറിപ്പോയി. എ സ്ക്വാഡം ഓഫ് ഫൈറ്റേഴ്സ് റോഡ് ഓവർഹെഡ്. അപ്പോൾ ഫൈറ്റേഴ്സിന്റെ ശബ്ദം എന്റെ തലയിലൂടെ മുഴങ്ങി. ഐ ക്രൈഡ് ടു മൈസെൽഫ്, ഹിയർസ് ടു അഡ്വഞ്ചർ. ഞാൻ കരഞ്ഞു, ഇവിടെയാണ് വെല്ലുവിളി അല്ലെങ്കിൽ അഡ്വഞ്ചർ. ദ ഫീലിംഗ്സ് ഓഫ് ബീയിങ് ഇൻ ദ ഗ്രേറ്റ് പ്രസൻസ് ഡിസപ്പിയർഡ്. ആ വലിയ ആ ഫീലിംഗ് എന്നെ അപ്രത്യക്ഷമായി. യൂസൽസ് ഡിലേഷൻ ഓഫ് ഓൾ ദിസ് സ്പെസിഫിക് അബൌട്ട് ബിൽസ് വൈറ്റ് ലൈറ്റ്. അതായത് ഈ തരത്തിലുള്ള ഒരു വെള്ളപ്രകാശത്തെ കുറിച്ച് അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള ഒരു പ്രകാശത്തെ കുറിച്ച് അദ്ദേഹം ഡിലേറ്റ് ചെയ്തതിന് കാരണം എക്സ്പീരിയൻസ് അറ്റ് വിഞ്ചസ്റ്റർ ഡിഡ്. അതായത് ഈ വിഞ്ചസ്റ്റർ പള്ളിയിലുണ്ടായ ആ കാര്യം ഇൻഫാക്ട് സ്പെയർ ദ റീഡർ ഓൺ എൻകൗണ്ടർ വിത്ത് ദ ഇഷ്യൂ ഓഫ് ഗോഡ് ഓൺ ദ വെരി ഫസ്റ്റ് പേജ് ഓഫ് ചാപ്റ്റർ 1. അപ്പം ചാപ്റ്റർ 1 ആദ്യത്തെ പേജിൽ തന്നെ ദൈവത്തെക്കുറിച്ച് ഉള്ള ഈ തരത്തിലുള്ള ഒരു ഇഷ്യൂ വായനക്കാരിൽ ഇല്ലാതിരിക്കാനാണ് യൂസല് ആ ഭാഗം വെട്ടിക്കളഞ്ഞത്. ബട്ട് സിൻസ് ദിസ് ഡീറ്റെയിൽസ് വെർ നെവർ റീ ഇൻട്രൊഡ്യൂസ്ഡ് ലേറ്റർ ഇൻ ദ സ്റ്റോറി, അതുകൊണ്ട് തന്നെയാണ് പിന്നീട് ഒരിക്കലും ഈ കഥയിൽ വീണ്ടും അത് കൂട്ടിച്ചേർക്കാണ്ടിരുന്നത്. എനിവൺ റീഡിംഗ് ദിസ് ചാപ്റ്റർ വുഡ് നെസസറിലി ബി perplexed by the too much less specific reference to the incident that were left in the text. അപ്പോൾ വായനക്കാരന് ഇപ്പോഴും കൃത്യമായി ആവശ്യമുള്ള തരത്തിലുള്ള ലെസ് സ്പെസിഫിക് റെഫറൻസ് ടു ദ ഇൻസിഡന്റ് ദാറ്റ് വേർഡ്, വളരെ ചുരുങ്ങിയ ഒരു റെഫറൻസ് മാത്രമേ വിഞ്ചസ്റ്റർ കത്തീഡ്രൽ കാര്യത്തിൽ ലഭിക്കുന്നുള്ളൂ. ബിയോണ്ട് ദിസ് ടു മേജർ ഡിലേഷൻ, ഈ തരത്തിലുള്ള രണ്ട് വലിയ ഡിലേഷൻ, ഒന്ന് അദ്ദേഹത്തിന്റെ മുത്തച്ഛന്റെ ചൈൽഡ്ഹുഡിലെ അല്ലെങ്കിൽ ചെറുപ്പത്തിലെ അദ്ദേഹത്തിന്റെ മുത്തച്ഛനോടും മുത്തശ്ശിയോടൊപ്പം ജീവിച്ചിരുന്ന കാലഘട്ടത്തെക്കുറിച്ച് ഉള്ള ഡീറ്റെയിൽസ് മാച്ചു കളഞ്ഞതിന് ശേഷം വിഞ്ചസ്റ്റർ കത്തീഡ്രലിൽ ഉണ്ടായ ഈ ആത്മീയ അനുഭവത്തിനെ കുറിച്ച് ബുക്കിന്റെ ആദ്യത്തെ പേജിൽ തന്നെ പറയാതിരുന്നതിന്റെ ഒരു കാരണം ഗോഡ് എന്ന് പറയുന്ന വാക്കിൽ ഒരു പ്രശ്നം വായനക്കാരനിൽ വരാം, പിന്നീട് അങ്ങോട്ട് വായനക്കാരൻ ബുക്ക് വായിക്കാതെ മടക്കി വെച്ചേക്കാം എന്നുള്ള പേടി കൊണ്ടാണ് എന്നാണ് ചരിത്രകാരൻ പറയുന്നത്. ബിയോണ്ട് ദിസ് ടു മേജർ അപ്രന്റ് ഡിലേഷൻ ബിൽ സ്റ്റോറി റിസീവ്ഡ് ഫെയർലി മൈനർ എഡിറ്റിംഗ് ബൈ ദ എഡിറ്റേഴ്സ്. അതുകൊണ്ട് തന്നെ ഇത്തരം വലിയ ഒരു ഡിലേഷന് ശേഷം എഡിറ്റേഴ്സിന്റെ വലിയ ഇടപെടലുകൾ പിന്നീട് ബില്ലിന്റെ കഥയിൽ ഉണ്ടായിട്ടില്ല. ദ ഏർലി വേർഷൻ ഓഫ് ദ സ്റ്റോറി ഹാഡ് 547 വേർഡ്സ്. ആദ്യത്തെ ബിൽ സ്റ്റോറി 5347 വാക്കുകൾ ഉൾപ്പെടുന്നതാണ്. വൈൽ ദ മൾട്ടിലിത്ത് പ്രിന്റിംഗ് യൂസ്ഡ് ജസ്റ്റ് 40339. 4339 കോപ്പിയായിട്ട് മൾട്ടിലിത്ത് കോപ്പിയിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടു ആദ്യത്തെ ഡ്രാഫ്റ്റിൽ നിന്ന്. ആൻ ഓവറോൾ റിഡക്ഷൻ ഓഫ് 1008 വാക്കുകളാണ് ഡിലേറ്റ് ചെയ്തത്, ഓർ 19% ഓഫ് ദ ടെക്സ്റ്റ്. അതായത് 19% വാക്കുകൾ അല്ലെങ്കിൽ ആ ടെക്സ്റ്റ് കുറച്ചു. ബട്ട് 742 ഓഫ് ദോസ് വേർഡ്സ് വെർ കട്ട് ഓൾമോസ്റ്റ് ഹോൾസെയിൽ ഫ്രം ദ വെരി ബിഗിനിങ്. 742 ആ വാക്കുകളിൽ 1008 വാക്കുകളിലെ 742 വാക്കുകളും വളരെ തുടക്കത്തിൽ തന്നെയുള്ള വാക്കുകളാണ് ഓഫ് ദ സ്റ്റോറി, ലീവിങ് ജസ്റ്റ് 266 വേർഡ്സ് കട്ട് ഫ്രം ദ ടെക്സ്റ്റ്. പിന്നീടുള്ള 742 വാക്കുകളും അദ്ദേഹത്തിന്റെ ചൈൽഡ്ഹുഡിലെ കഥ പറയുന്നതാണ്. പിന്നീട് വരുന്ന ഈ വിഞ്ചസ്റ്റർ ദേവാലയത്തിലെ കഥ പറയുന്നത് 266 വാക്കുകളാണ്. ആൻ എഡിറ്റോറിയൽ ഡിലേഷൻ ഓഫ് ലെസ് ദാൻ 6%. അപ്പൊ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ എഡിറ്റോറിയൽ ഡിലേഷൻ ബില്ലിന്റെ കഥയെ പറ്റി പറയുമ്പോൾ 6% മാത്രമാണ്. അടുത്തത് നമ്മൾ പറയുന്നത് ദെയർ ഈസ് എ സൊല്യൂഷനിലെ എഡിറ്റിനെ കുറിച്ചാണ്. എന്താണ് അവിടെ നിന്ന് മാറ്റി കളഞ്ഞത് നോക്കാം.
We know some of the changes made to There Is a Solution were edits made by Bill Wilson before the turned the manuscript over to Tom Wilson in January. ജനുവരിയിൽ ടോം യൂസലിന്റെ അടുത്തേക്ക് ഈ പുസ്തകം അല്ലെങ്കിൽ ഈ മാനുസ്ക്രിപ്റ്റ് എത്തുന്നതിന് മുമ്പ് തന്നെ ചെറിയ 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 എഡിറ്റുകൾ There Is a Solutionൽ നടന്നിട്ടുണ്ട്. While the outline and format of that chapter remained the same over the months following its composition. അപ്പം അന്ന് അന്ന് ആദ്യം എഴുതിയതുപോലെ തന്നെ മാസങ്ങളായി അത് അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. ബിൽ കണ്ടിന്യൂലി മേഡ് എ സ്മോൾ റിവിഷൻ ഓഫ് ദ ടെസ്റ്റ് എവറി ടൈം റൂത്ത് ഹോക്ക് റീടൈപ്ഡ് ഇറ്റ്. എപ്പോഴാണോ റൂത്ത് ഹോക്ക് വീണ്ടും വീണ്ടും അത് ടൈപ്പ് ചെയ്യുന്നത്, അമരൻ ചെറിയ ചെറിയ മാറ്റങ്ങൾ, സ്മോൾ റിവിഷൻസ്, ചെറിയ ചെറിയ മാറ്റങ്ങൾ അദ്ദേഹം ആ ടെക്സ്റ്റിൽ നടത്തിയിട്ടുണ്ട്. ഇൻ ദ 3 earlier preserved draft of this chapter, most of the changes are confined to the removal of words ഓർ ദ ഓൾട്ടറേഷൻ ഓഫ് ഫ്രേസസ്. അതായത് ചില വാക്കുകളിലും അല്ലെങ്കിൽ ചില ചില വാക്കുകളിലുണ്ടാകുന്ന മാറ്റങ്ങളാണ് പ്രധാനപ്പെട്ട റിമൂവൽ അല്ലെങ്കിൽ മാറ്റം. വിൽസൺസ് വർക്ക്ഡ് ടു ഇൻക്രീസസ് ദ ഇമ്പാക്ട് ഓഫ് ഹിസ് സെന്റൻസ്. അതായത് അവന്റെ സെന്റൻസുകളിൽ അവൻ പറയുന്ന സെന്റൻസുകളിൽ കൂടുതൽ ഇമ്പാക്ട് ഉണ്ടാക്കാനായി അവൻ ശ്രമിച്ചു. ആൻഡ് ക്ലാരിഫൈ ദ മെസ്സേജ് ഹി വാസ് ട്രൈങ് ടു ഡെലിവർ. അവൻ കൃത്യമായിട്ടുള്ള ഈ വാക്കുകൾ മെസ്സേജ് വായനക്കാരിലേക്ക് കൊടുക്കാനായിട്ടുള്ള ശ്രമങ്ങളും നടത്തി. വായിക്കുമ്പോൾ തന്നെ കൃത്യമായിട്ടുള്ള ഒരു മെസ്സേജ് കിട്ടാനായിട്ട് അവൻ ശ്രമിക്കുകയും ചെയ്തു. ഫോർ എക്സാമ്പിൾ, ഒരു ഉദാഹരണം നോക്കാം. Here are the 3 different version of just one paragraph from There Is a Solution. അതായത് 3 പാരഗ്രാഫുകൾ കൊടുക്കുകയാണ്. ഒരു പാരഗ്രാഫിന്റെ 3 വേർഷൻ There Is a Solutionലെ ഡിഫറെന്റ് വേർഷൻ കൊടുക്കുകയാണ്. ആ ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ ഓഫ് റോളണ്ട് ഹസാർഡ് ഫസ്റ്റ് മീറ്റിംഗ് വിത്ത് ഡോക്ടർ കാൾജങ്. അതായത് റോളണ്ട് ഹസാർഡ് ഡോക്ടർ കാൾജങ്ങിനെ കണ്ടെത്തുന്നതിനെ പറ്റിയുള്ള വിവരണത്തിലാണ്, ചെറിയ വിവരണത്തില്. ഷോയിങ് ദ പ്രോഗ്രസീവ് എഡിറ്റ്സ് ബിൽ മെയ്ഡ് വിത്ത് ഈച്ച് റീടൈപ്പിംഗ് ഓഫ് ദ ടെക്സ്റ്റ്. ഇവിടെ നമുക്ക് ബില്ല് ഓരോ റീടൈപ്പിങ്ങിലും റൂത്ത് ഹോക്ക് റീടൈപ്പ് ചെയ്യുമ്പോഴും അതിനകത്ത് കുറെ മാറ്റങ്ങൾ പുരോഗമിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഡിലേഷൻ ഫ്രം ദ പ്രീവിയസ് വേർഷൻ ആർ നോട്ടഡ് ബൈ സ്ട്രൈക്ക് നോട്ട്സ് ആൻഡ് അഡീഷൻസ് ബൈ ബോൾഡ് ഇറ്റാലിക്സ്. അപ്പം എന്താണ് മാറ്റിയത് എന്നുള്ളത് ഇവിടെ കൊടുത്തിരിക്കുന്നത് സ്ട്രൈക്ക് ഔട്ട്സ് വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ബോൾഡ് ഇറ്റാലിക്സിൽ എന്താണ് മാറ്റിയതെന്നും കൊടുത്തിട്ടുണ്ട്. ദിസ് ഈസ് ഫോളോഡ് ബൈ ദ എഡിറ്റേഴ്സ് വേർഷൻ ഓഫ് ദ സെയിം പാരഗ്രാഫ് ആസ് ദ മൾട്ടി-ലെങ്ത് പ്രിന്റിംഗ്. അതായത് എഡിറ്റേഴ്സിന്റെ വേർഷൻ ഇങ്ങനെ തന്നെയാണ്, സെയിം പാരഗ്രാഫ് ആയിട്ടാണ് മൾട്ടി-ലെങ്ത് പ്രിന്റിംഗിൽ വന്നിട്ടുള്ളത്. പക്ഷെ ബിൽ വിൽസൺ അവിടെ 2-3 മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് വേർഷൻ. അപ്പൊ സ്റ്റെപ്പിംഗ് സ്റ്റോൺ വേർഷൻ ഇങ്ങനെയാണ്. ഹി ഹാഡ് ഫോർ മെനി ഇയേഴ്സ് ബിഫോർ ഹിസ് എൻകൗണ്ടർ വിത്ത് ദിസ് നോട്ടഡ് ഡോക്ടർ. അതായത് അദ്ദേഹം വളരെയധികം വർഷങ്ങളിൽ ഈ പറയുന്ന ഡോക്ടറുമായി പരിചയമുണ്ട്. പ്ലോണ്ടഡ് ഡിസ്പറേറ്റ്ലി ഫ്രം വൺ സാനിറ്റോറിയം ടു അനദർ. അദ്ദേഹം ഒരു സാനിറ്റോറിയത്തിൽ നിന്ന്, ചികിത്സാലയത്തിൽ നിന്ന് മറ്റൊരു ചികിത്സാലയത്തിലേക്ക് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഹി ഹാഡ് കൺസൾട്ടഡ് സെവറൽ ഓഫ് ദ ബെസ്റ്റ് നോൺ അമേരിക്കൻ സൈക്കോളജിസ്റ്റ്. അപ്പോൾ നമുക്കറിയാം റോളണ്ട് ഹസാർഡ് അമേരിക്കയിലെ ഏറ്റവും പ്രസിദ്ധരായിട്ടുള്ള അനേകം പേരുമായിട്ട് കൺസൾട്ട് ചെയ്തു. ആൻഡ് ഓൺ ദെയർ റെക്കമെൻഡേഷൻ, അവരുടെ ചില ശുപാർശകൾ ഉണ്ടായി. ഹി ഹാഡ് ഗോൺ ടു യൂറോപ്പ്. അവൻ യൂറോപ്പിലേക്ക് പോയി. ശുപാർശയോടുകൂടി അവർ യൂറോപ്പിൽ. ആൻഡ് കൺഫേൺഡ് ഹിംസെൽഫ് ഫോർ എ ഇയർ ഇൻ ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ there. അവിടെ ഒരു വർഷം ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ താമസിക്കാമെന്ന് തീരുമാനിച്ചു. അറ്റ് ദ സെയിം ടൈം ബീയിങ് അണ്ടർ ദ കെയർ ഓഫ് ദിസ് സെലിബ്രേറ്റഡ് പ്രിസിഷൻ. അതായത് ഈ ഒരു വർഷം ഈ പറയുന്ന വളരെ പ്രസിദ്ധിയുള്ള ഈ പ്രിസിഷന്റെ കീഴിൽ ഒരു വർഷം അവിടെ താമസിക്കാമെന്ന് തീരുമാനിച്ചു. അതാണ് സ്റ്റെപ്പിംഗ് സ്റ്റോൺ വേർഷൻ, ജൂൺ 1938 വേർഷൻ. സ്റ്റെപ്പിംഗ് സ്റ്റോൺ വേർഷൻ 2, ജൂൺ സെപ്റ്റംബർ. ഹി ഹാഡ് ഫോർ മെനി ഇയേഴ്സ് ബിഫോർ ഹിസ് എൻകൗണ്ടർ വിത്ത് ദിസ് നോട്ടഡ് ഡോക്ടർ. അതായത് ഈ ഡോക്ടറുമായി അവൻ അനേകം വർഷം പരിചയമുണ്ടായിരുന്നു. പ്ലോണ്ടേഡ് ഡെസ്പറേറ്റ്ലി. അപ്പൊ ഡെസ്പറേറ്റ്ലി എന്നുള്ള വാക്ക് അവിടെ ഒഴിവാക്കി. ഫ്രം വൺ സാനിറ്റോറിയം ടു അനദർ, ഒരു സാനിറ്റോറിയത്തിൽ നിന്ന് മറ്റൊരു സാനിറ്റോറിയത്തിലേക്ക് ഡെസ്പറേറ്റ്ലി എന്ന വാക്ക് ഒഴിവാക്കിക്കൊണ്ട് he had consulted several of the best known American psychologists and on their recommendation. അമേരിക്കയിലെ പ്രസിദ്ധരായിട്ടുള്ള അനേക സൈക്കോളജിസ്റ്റിനുമായിട്ട് അവൻ കൺസൾട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ ശുപാർശയിൽ he had gone to Europe. യൂറോപ്പിലേക്ക് പോയി and confined himself for a year an institution there. At the same time, he was under the care of this celebrated physician. അപ്പൊ അവൻ ഈ പറയുന്ന സെലിബ്രേഷന്റെ ഈ പറയുന്ന സെലിബ്രേറ്റഡ് ഫിസിഷ്യനാണ് കാൾജങ്. ആ കാലത്ത് കാൾജങ്ങിന്റെ കീഴിൽ താമസിച്ചു എന്ന് പറയുന്നു.
GSO, അതായത് ജനറൽ സർവീസ് ഓഫീസിന്റെ വേർഷൻ ഇങ്ങനെയാണ്. ഫോർ മെനി ഇയേഴ്സ് ബിഫോർ ദിസ് എൻകൗണ്ടർ വിത്ത് ദിസ് നോട്ടഡ് ഡോക്ടർ, ഈ പറഞ്ഞ നോട്ടഡ് ഡോക്ടർ എന്ന് വന്നു, അതായത് ഈ പറഞ്ഞിരിക്കുന്ന പ്രസിദ്ധമായിട്ടുള്ള ഡോക്ടർ, ഹി ഹാഡ് ഫ്ലോണ്ടേഡ് ഫ്രം വൺ സാനിറ്റോറിയം ടു അനദർ, ഒരു സാനിറ്റോറിയത്തിൽ നിന്ന് മറ്റൊരു സാനിറ്റോറിയത്തിലേക്ക് അവനിങ്ങനെ വാണ്ടർ ചെയ്യായിരുന്നു. ഹി ഹാഡ് കൺസൾട്ട് സെവറൽ ഓഫ് ദ ബെസ്റ്റ് നോൺ അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ആൻഡ് ഓൺ ദെയർ റെക്കമെൻഡേഷൻ, അപ്പൊ ആൻഡ് എന്നുള്ളത് സ്ട്രൈക്ക് ഔട്ട് ചെയ്ത് കളഞ്ഞു. ഹി ഹാഡ് ഗോൺ ടു യൂറോപ്പ് there at the same time, there at the same time എന്നുള്ള സ്ട്രൈക്ക് ഔട്ട്, ഹി വാസ് അണ്ടർ ദ കെയർ ഓഫ് ദ സെലിബ്രേറ്റഡ് ഫിസിഷ്യൻ. പിന്നീട് അത് മൾട്ടിലിപ്ത് കോപ്പിയിലേക്ക് വരുമ്പോൾ ഫോർ മെനി ഇയേഴ്സ്, അപ്പൊ മെനി എന്നുള്ളത് സ്ട്രൈക്ക് ഔട്ട് ചെയ്ത് ഫോർ ഇയേഴ്സ്, മെനി എന്നുള്ള വാക്ക് കളഞ്ഞിട്ട് ധാരാളം വർഷങ്ങൾ എന്നുള്ളത് വർഷങ്ങൾ നാക്കി. ഹി ഹാഡ് ഫ്ലോണ്ടേഡ് ഫ്രം ദ സാനിറ്റോറിയം ടു അനദർ, ഒരു സാനിറ്റോറിയത്തിൽ നിന്ന് മറ്റൊരു സാനിറ്റോറിയത്തിലേക്ക് ഇങ്ങനെ കടന്നുപോയി. ഹി ഹാഡ് കൺസൾട്ടഡ് ഓഫ് ദ ബെസ്റ്റ് നോൺ അമേരിക്കൻ സൈക്കാട്രിസ്റ്റ്, അമേരിക്കയിൽ അറിയപ്പെട്ടിരുന്ന എല്ലാ മാനസിക അല്ലെ മനഃശാസ്ത്രജ്ഞന്മാരുമായിട്ടും അവൻ ചർച്ച ചെയ്തു. ദെൻ ഹി ഹാഡ് ഗോൺ ടു യൂറോപ്പ്, അതിനുശേഷം അവൻ യൂറോപ്പിലേക്ക് പോയി. ഓൺ ദയർ റെക്കമെൻഡേഷൻസ് എന്നുള്ളത് അപ്പൊ അവിടെ കളഞ്ഞു. അതിനുശേഷം അവരുടെ ശുപാർശയോടുകൂടി പോയി എന്നുള്ളത് കളഞ്ഞതിന് ശേഷം ഹി ഹാഡ് ഗോൺ ടു യൂറോപ്പിലേക്ക് പോയി. ആൻഡ് കൺഫൈൻഡ് ഹിംസെൽഫ് ഫോർ എ ഇയർ ഇൻ ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, അപ്പൊ ഒരു വർഷക്കാലം ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ കഴിഞ്ഞു എന്നുള്ളതും പിന്നീട് കളഞ്ഞു. ദർ ഹി വാസ് അണ്ടർ പ്ലേസിംഗ് ഹിംസെൽഫ് ഇൻ ദ കെയർ ഓഫ് സെലിബ്രേറ്റഡ് ഫിസിഷ്യൻസ് ഹു പ്രിസ്ക്രൈബ്ഡ് ഫോർ ഹിം, അതായത് അവന് വേണ്ടി മരുന്ന് ഇങ്ങനെയുള്ള മെഡിസിൻ ഒക്കെ കൊടുത്തുകൊണ്ടിരുന്ന ആ ഡോക്ടറുടെ കീഴിൽ അവൻ സെലിബ്രേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വലിയ പ്രസിദ്ധിയായിട്ടുള്ള ഡോക്ടറുടെ അടുത്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പം മെനി ഇയേഴ്സ്, ധാരാളം വർഷങ്ങൾ എന്നുള്ളത് കഴിഞ്ഞു. റെക്കമെൻഡേഷൻ എന്നുള്ളത് കളഞ്ഞു. പിന്നീട് ഒരു വർഷം അവിടെ താമസിച്ചു എന്നുള്ളതും കളഞ്ഞു. യൂസൽ ആൻഡ് ഓർ ബ്ലെയർ വേർ ഒബിയസ്ലി മച്ച് മോർ അഗ്രസീവ് ഇൻ ദയർ എഡിറ്റ്സ് ദെൻ ബിൽ ഹാഡ് ബീൻ വിത്ത് ഹിസ് ഫൈൻ ട്യൂണിങ് അറ്റംപ്റ്റ്സ്. യൂസല് ബെയറും തീർച്ചയായും മോർ അഗ്രസീവ് ഇൻ ദയർ എഡിറ്റ്സ്, വളരെയധികം അഗ്രസീവ് ആയിരുന്നു ഇത്തരം കാര്യങ്ങൾ എഡിറ്റ് ചെയ്യണം. ബിൽ ഹാഡ് ബീൻ വിത്ത് ഹിസ് ഫൈൻ ട്യൂണിങ് അറ്റംപ്റ്റ്സ്, ബില്ലിന് അവര് വളരെ അഗ്രസീവായിട്ട് കട്ട് ചെയ്യുമ്പോൾ ബില്ല് ശ്രമിച്ചുകൊണ്ടിരുന്നത് ഇതിനൊരു താളം ഉണ്ടാക്കാനാണ്, വാക്കുകൾക്കും കൃത്യമായ സന്ദേശം കിട്ടുന്നതിനുള്ള ഒരു താളം ഉണ്ടാക്കിയെടുക്കാനാണ്. ബിൽ വാസ് ടോക്കിംഗ് ദ ടെസ്റ്റ്, ദ എഡിറ്റേഴ്സ് വെയർ ഡൂയിങ് സം സീരിയസ് റീറൈറ്റിംഗ്, അതായത് പലപ്പോഴും ഈ ടെസ്റ്റിനെ ഒന്ന് ക്ലിയർ ചെയ്തെടുക്കാനായിട്ടാണ് ബില്ല് ശ്രമിച്ചത്. എഡിറ്റേഴ്സ് ആണെങ്കിൽ സീരിയസ് ആയിട്ടുള്ള വളരെ ഗൗരവമായിട്ടുള്ള റീറൈറ്റിങ്ങിനാണ് ശ്രമിച്ചത്. വൺ മോർ എക്സാമ്പിൾ ഷുഡ് സഫൈസ് ടു ഇല്ലുസ്ട്രേറ്റ് ദ കൈൻഡ് ഓഫ് പ്രോഗ്രസീവ് ചേഞ്ചസ് ബിൽ വിൽസൺ മേഡ് ടു there is a solution compared to what happened after it was in the hands of a professional editors. അതായത് പിന്നീട് ഈ there is a solutionൽ ഒരു പരിഹാരമുണ്ട് എന്ന് പറയുന്നത് എഡിറ്റേഴ്സിന്റെ അല്ലെങ്കിൽ പ്രൊഫഷണൽ എഡിറ്റേഴ്സിന്റെ മുമ്പിൽ എത്തുന്നതിന് മുമ്പ് അദ്ദേഹം വീണ്ടും ഒരു ഉദാഹരണത്തിലൊരു കാര്യം കൂടി പറയാൻ ശ്രമിക്കുകയാണ്. If a chance, stepping stones version, if by chance you are or have begun to suspect that you are an alcoholic, ഏതെങ്കിലും ഒരു കാരണം കൊണ്ട് നിങ്ങളെ സംശയിക്കുകയാണ് നിങ്ങൾ ഒരു ആൽക്കഹോളിക് ആണോ എന്ന്, വി തിങ്ക് ദർ ഈസ് നോ ടെനബിൾ മിഡിൽ ഓഫ് ദ റോഡ് സൊല്യൂഷൻ, ഇതിനുള്ളിൽ ഏറ്റവും നടുക്കത്തേക്കൂടെയുള്ള ഒരു വഴിയില്ല. യു ആർ ഇൻ എ പൊസിഷൻ വെയർ ലൈഫ് ഈസ് ബിക്കമിങ് ഇമ്പോസിബിൾ, അതായത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമാകാത്ത ഒരു സാഹചര്യത്തിലാണ് നിങ്ങളിപ്പോൾ ഉള്ളത്. ആൻഡ് ഇഫ് യു ഹാവ് പാസ്ഡ് ഇൻ ടു ദ റീജിയൻ ഫ്രം വിച്ച് ദർ ഈസ് നോ റിട്ടേൺ ത്രൂ ഹ്യൂമൻ എയ്ഡ്, അപ്പം നിങ്ങൾക്ക് മനുഷ്യ സഹജമായിട്ടുള്ള ഒരു സഹായം കൊണ്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് മാറാൻ കഴിയില്ല. യു ഹാവ് ജസ്റ്റ് 2 alternatives, നിങ്ങൾക്ക് രണ്ട് ഇതാണുള്ളത്, രണ്ട് ചോയ്സ് ആണുള്ളത്. ഒരു കാര്യം എന്താണ്, ഇസ് ടു ഗോ ഓൺ ദ ബിറ്റർ എൻഡ്, ഒന്നിലെ കയ്പ് നിറഞ്ഞ ഈ പറയുന്ന കുടിയുടെ കാലം മുന്നോട്ട് കൊണ്ടുപോവുക. ബ്ലോട്ടിങ് ഔട്ട് ദ കോൺഷ്യസ്നെസ് ഓഫ് യുവർ ഇൻടോളറൻസ് സിറ്റുവേഷനെ ബെസ്റ്റ് യു ക്യാൻ, അപ്പൊ അതിനകത്ത് തന്നെ ചുറ്റപ്പെട്ട് ഈ പറയുന്ന അസഹനീയമായ സാഹചര്യത്തിലൂടെ കടന്നു പോവാ. രണ്ടാമത്തെ കാര്യം അല്ലെങ്കിൽ യു ക്യാൻ ഷുവർലി ഫൈൻഡ് വാട്ട് വി ഹാവ് ഫോണ്ട്, ഞങ്ങൾ കണ്ടുപിടിച്ചത് എന്താണെന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ഇഫ് യു ഹോണസ്റ്റ്ലി വാണ്ട് ടു, നിങ്ങൾക്ക് സത്യസന്ധമായ ആഗ്രഹമുണ്ടെങ്കിൽ. ആൻഡ് ആർ വില്ലിംഗ് ടു പേ ദ പ്രൈസ്, അതിന് നിങ്ങൾക്ക് ചെറിയ പണം കൊടുക്കേണ്ടി വരും. ആഫ്റ്റർ ഇയേഴ്സ് ഓഫ് ലിവിംഗ് ഓൺ എ ബേസിസ് വിച്ച് നൗ സീംസ് ടു യൂസ് ഹോളി ഫാൾസ്, അതായത് ഇത്രയും വർഷം കാലം നിങ്ങൾ ജീവിച്ചിരുന്നത് നുണകളിലായിരുന്നു അല്ലെങ്കിൽ യാഥാർത്ഥ്യങ്ങളിലായിരുന്നില്ല. യു ആർ നോട്ട് ഗോയിങ് ടു ഗെറ്റ് റൈറ്റ്ലി റിലേറ്റഡ് ടു യുവർ ക്രിയേറ്റർ ഇൻ എ മിനിറ്റ്, ഒരു മിനിറ്റ് കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സൃഷ്ടികർത്താവിന്റെ അടുത്തേക്ക് എത്തുകയില്ല. നൺ ഓഫ് us ഹാസ് ഫൗണ്ട് ഗോഡ് ഇൻ 6
ഈസി ലെസൺസ്. നമ്മൾ 6 ഈസി ലെസണിലൂടെ ദൈവത്തെ കണ്ടുപിടിച്ചില്ല. ബട്ട് ഹി ക്യാൻ ബി ഫൗണ്ട് ബൈ ഓൾ ഹു ആർ വില്ലിംഗ് ടു പുട്ട് ദാറ്റ് ടേക്ക് എഹെഡ് ഓഫ് ഓൾ എൽസ്. അപ്പൊ നമ്മൾ തല ഉയർത്തി നോക്കിയാൽ അവനെ കൃത്യമായി കാണാനും കഴിയും. അതാണ് ആ ഭാഗത്തിന്റെ ഭാഗം. അതൊക്കെ ചുരുങ്ങി ചുരുങ്ങി നമ്മളിപ്പോ പുതിയ ഇതിൽ വരുമ്പോൾ വളരെ ചുരുങ്ങിയ രീതിയിലാണ് അത് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ ഭാഗം സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് വേർഷൻ 2. ഈ സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് എന്ന് പറഞ്ഞാൽ ഈ ചരിത്ര പുസ്തകങ്ങളെല്ലാം സൂക്ഷിക്കുന്ന അതിന്റെ പേരാണ് സ്റ്റെപ്പിംഗ് സ്റ്റോൺസ്. അല്ലെങ്കിൽ നമ്മുടെ ഈ രേഖകളും അല്ലെങ്കിൽ ആൽക്കോളിസ് അനോണിമസിന്റെ പുരാതന രേഖകളെല്ലാം സൂക്ഷിക്കുന്ന സ്ഥലത്തിനാണ് സ്റ്റെപ്പിംഗ് സ്റ്റോൺ എന്ന് പറയുന്ന ആ ബിൽഡിങ്ങിന്റെ പേരാണ് സ്റ്റെപ്പിംഗ് സ്റ്റോൺ. അപ്പൊ ഇഫ് ബൈ ചാൻസ് നിങ്ങൾ യു ബിഗാൻ ടു സസ്പെക്ട് ദാറ്റ് യു ആർ ആൻ ആൽക്കോഹോളിക്, ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾ നിങ്ങളെ തന്നെ ആൽക്കോഹോളിക് ആണെന്ന് സംശയിക്കുകയാണെങ്കിൽ, വി തിങ്ക് ദർ ഇസ് നോ ടെണബിൾ, യു ഹാവ് നോ മിഡിൽ ഓഫ് ദ റോഡ് സൊല്യൂഷൻ. അപ്പൊ ആ ടെണബിൾ എന്ന് പറയുന്ന വാക്ക് കഴിഞ്ഞുകൊണ്ട് യു ഹാവ് നോ നിങ്ങൾക്ക് മറ്റൊരു നടുക്കത്തെ കൂടിയുള്ള വഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി. അതുകൂടാതെ യു ആർ നോട്ട് ഗോയിങ് ടു വി ഡു നോട്ട് ബിക്കം റൈറ്റ്ലി റിലേറ്റഡ് യുവർ, അത് യു ആർ നോട്ട് ഗോയിങ് ടു ഗെറ്റ്, അല്ലെങ്കിൽ നിങ്ങൾ പോകുന്നില്ല എന്നതിന് പകരം വി ഡിഡ് നോട്ട് ബിക്കം, അല്ലെങ്കിൽ നമ്മൾക്ക് കഴിയുകയില്ല റൈറ്റ്ലി റിലേറ്റഡ് യുവർ ക്രിയേറ്റ് ഇൻ എ മിനിറ്റ്, ഒരു മിനിറ്റ് കൊണ്ട് കഴിയുകയില്ല എന്നുള്ള വാക്ക് പറഞ്ഞു. നൺ ഓഫ് ഹാസ് എന്നുള്ള വാക്ക് മാറ്റിയിട്ട് ഹാവ് ഫൗണ്ട് എന്നുള്ള രീതിയിലേക്ക് 6 ഈസി ലെസൺസ് ഉള്ളത് ഗോഡ് ഇൻ ഈസി ലെസൺ എന്നുള്ളതാക്കി. ഇനി അത് GSO വേർഷനിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ബട്ട് അതായത് നിങ്ങൾക്ക് മനുഷ്യശക്തിക്ക് കൊണ്ട് കഴിയില്ല, യു ഹാവ് ബട്ട് എന്നുള്ള വാക്ക് കളഞ്ഞിട്ട് ജസ്റ്റ് 2 ഓൾട്ടർനേറ്റീവ്, രണ്ട് ഓൾട്ടർനേറ്റീവ്സ് നമുക്ക് ബിഗ് ബുക്ക് വായിക്കുമ്പോൾ അറിയാം, 2 ഓൾട്ടർനേറ്റീവ്സ് ഉള്ളൂ എന്നുള്ളത് കൂട്ടിച്ചേർത്തു. 1 ഈസ് ടു ഗോ ഓൺ, അതായത് ഒന്ന് ഗോ ഓൺ എന്നുള്ള വാക്ക് ചേർത്തതിന് ശേഷം മേക്ക് ദ എഫേർട്ട്, അതായത് പേ ദ പ്രൈസിന് പകരം ഒരു പണം കൊടുക്കേണ്ടി, പേ ദ പ്രൈസിന് പകരം മേക്ക് ദ എഫേർട്ട് എന്നാക്കി, അതായത് നമ്മൾ പ്രവൃത്തി ചെയ്യണമെന്നാക്കി. ദാറ്റ് ഗോസ് ഫോർ യു ടു എന്നുള്ള ദാറ്റ് ഗോസ് ഫോർ യു ടു പൂർണ്ണമായും കളഞ്ഞു. മൾട്ടിലിത്ത് പ്രിന്റിങ്ങിൽ എന്താണ് സംഭവിച്ചു നോക്കാം. അതായത് വി തിങ്ക് എന്നുള്ള വാക്ക്, തിങ്ക് എന്നുള്ള വാക്ക് കളഞ്ഞിട്ട് വി ബിലീവ്, ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾ സീരിയസ്ലി ഇഫ് മറ്റത് ബൈ ചാൻസ് എന്നുള്ള വാക്ക് കളഞ്ഞു. ഓർ ഹാവ് ബിഗാൻ ടു സസ്പെക്ട് ദാറ്റ് യു ആർ, അതായത് നിങ്ങൾ അങ്ങനെ സംശയിക്കുന്നുണ്ടെന്നുള്ള വാക്ക് വെട്ടിക്കളഞ്ഞു. എന്നിട്ട് അതെങ്ങനെയാക്കി ഇഫ് സീരിയസ്ലി ആൽക്കഹോളിക്, ഇപ്പൊ നിങ്ങൾ ഒരു ആൽക്കഹോളിക് ആണ് എങ്കിൽ എന്നുള്ളതിലേക്കായി. അതായത് നിങ്ങൾക്ക് ആൽക്കഹോളിക് ആണെന്ന് സംശയമുണ്ടോ, നിങ്ങൾക്ക് ബൈ ചാൻസ് അങ്ങനെ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടെങ്കിൽ എന്നുള്ളത് അവർ കംപ്ലീറ്റ് വെട്ടിക്കളഞ്ഞിട്ട് അത് ഈ സീരിയസ്ലി ആൽക്കഹോളിക്, അതായത് ഒരു ഗൗരവപരമായിട്ടുള്ള ഒരു ആൽക്കഹോളിക് ആണെങ്കിൽ വി ബിലീവ്, വി തിങ്ക് എന്നുള്ള വാക്ക്, ഞങ്ങൾ ചിന്തിക്കുന്നു എന്നുള്ള വാക്ക്, ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നുള്ള വാക്ക്, 2 ഓൾട്ടർനേറ്റീവ്, ബട്ട് 2 ഓൾട്ടർനേറ്റീവ്, ജസ്റ്റ് എന്നുള്ള വാക്ക് കളഞ്ഞിട്ട് ബട്ട് എന്നാക്കി 2 ഓൾട്ടർനേറ്റീവ്സ് ഉള്ളൂ. ദിസ് ഈസ് യു ക്യാൻ ഡു ഇഫ് യു ഹോണസ്റ്റ്ലി വാണ്ട് ടു ആൻഡ് ആർ വില്ലിംഗ് ടു മേക്ക് ദ എഫേർട്ട്, അതായത് എഫേർട്ട്. അപ്പൊ മറ്റതെല്ലാം വെട്ടിക്കളഞ്ഞു. ആഫ്റ്റർ ഇയേഴ്സ് ഓഫ് ലിവിംഗ് ഓൺ എ ബേസിസ് വിച്ച് നൗ സീംസ് ഹോളി ഫോൾസ്, അതായത് നമ്മൾ തെറ്റായ ആശയങ്ങളിലാണ് കുറെ കാലം ചെയ്തു. വിറ്റ് ഇറ്റ് നോട്ട് ബിക്കം റൈറ്റ്ലി റിലേറ്റഡ് അവർ ക്രിയേറ്റ് ഇൻ എ മിനിറ്റ്, ഒരു മിനിറ്റ് കൊണ്ട് നമ്മുടെ സൃഷ്ടികർത്താവിനോട് ചേർന്ന് നിൽക്കാൻ സാധിക്കില്ല. നൺ ഓഫ് us have found God in easy lesson. എളുപ്പമുള്ള പാഠങ്ങളിലൂടെ നമുക്ക് ദൈവത്തെ കണ്ടുപിടിക്കാൻ പറ്റില്ല. ബട്ട് ഹി ക്യാൻ ബി ഫൗണ്ട് അറ്റ് ഓൾ ഓർ വില്ലിംഗ് ടു പുട്ട് ദ ടാസ്ക് അഹെഡ് ഓഫ് അവർ സെൽഫ്. അപ്പൊ നമ്മുടെ പ്രവൃത്തികളിലൂടെ നമ്മുടെ മുന്നിൽ അവൻ വരും എന്ന് പറഞ്ഞ വാക്കുകളെല്ലാം 3-4 സെന്റൻസുകൾ വെട്ടിക്കളഞ്ഞു. ദിസ് യു ക്യാൻ ഡു ഇഫ് യു ഹോണസ്റ്റ്ലി വാണ്ട് ടു ആൻഡ് ആർ വില്ലിംഗ് ടു മേക്ക് ദ എഫർട്ട്. അപ്പൊ അതാണ് ഒരു ഉദാഹരണത്തിൽ പറയുന്നത്. ബോത്ത് ഓഫ് ദിസ് എക്സാമ്പിൾ ക്ലിയർലി ഡെമോൺസ്ട്രേറ്റ്, ഇത്തരം ഉദാഹരണങ്ങൾ, 2 ഉദാഹരണങ്ങൾ കൃത്യമായി വിവരിക്കുന്നത് ദ ടാലൻസ് ഓഫ് എ പ്രൊഫഷണൽ എഡിറ്റർ, ഒരു പ്രൊഫഷണൽ എഡിറ്ററിന്റെ കഴിവാണ്. എക്സ്റ്റേണസ് വെർബിയേജ് ആൻഡ് ഡിസ്ട്രാക്റ്റിംഗ് തോട്ട്സ്, അതായത് ചിന്തകളെ ഡിസ്ട്രാക്ട് ചെയ്യാതെ അല്ലെങ്കിൽ കുഴപ്പം പിടിച്ച ചിന്തകൾ ഉണ്ടാക്കാതെ എന്തെങ്കിലും ഭാവനയ്ക്ക് ഒരു മനുഷ്യൻ പെട്ടെന്ന് ചിന്തിക്കാനിടയുള്ള ഭാവനയ്ക്ക് അതീതമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതെല്ലാം ഹാവ് ബീൻ റിമൂവ്ഡ്, ലിവിങ് എ മച്ച് മോർ ഡയറക്റ്റ് ആൻഡ് എഫക്റ്റീവ് സ്റ്റോറി ലൈൻ, നേരിട്ടുള്ള വളരെ പ്രയോജനകരമായിട്ടുള്ള ഒരു കഥയെഴുത്തിലൂടെയാണ് പോകേണ്ടതെന്നുള്ളതുകൊണ്ടാണ് പ്രൊഫഷണൽ എഡിറ്റേഴ്സ് ഇത് കളഞ്ഞത്. ബിൽസ് ഫസ്റ്റ് അറ്റംപ്റ്റ് അറ്റ് ദ ചാപ്റ്റർ സെർട്ടൻലി നീഡഡ് ദിസ് കൈൻഡ് ഓഫ് സ്കിൽഫുൾ എഡിറ്റിംഗ് ത്രൂ ഔട്ട്. അപ്പോൾ ബില്ലിന്റെ ആദ്യ എഴുത്തുകളിൽ ഇത്തരത്തിലുള്ള നല്ല എഡിറ്റിംഗ് ആവശ്യമുണ്ടായിരുന്നു. അണ്ടർസ്റ്റാൻഡബിൾ നീഡ് ഗിവൺ ദാറ്റ്
This was a first effort by an inexperienced author tackling a complicated subject. അതായത് നമുക്കറിയാം ബിൽ വിൽസൺ അതിനു മുമ്പ് പുസ്തകങ്ങൾ എഴുതിയിട്ടില്ല. അതൊക്കെ ചെറിയൊരു രീതിയിലുള്ള എഴുത്തുകൾ തുടങ്ങി വരുന്നതേ ഉള്ളൂ. അപ്പൊ ഇൻഎക്സ്പീരിയൻസ്ഡ്, അതായത് ഒരു പരിചയ സമ്പന്നനല്ലാത്ത ഒരു എഴുത്തുകാരന്റെ അതും കോംപ്ലിക്കേറ്റഡ് സബ്ജക്റ്റ് ആണ് കൈകാര്യം ചെയ്യുന്നത്. ഇവിടെയാണ് എഡിറ്റർമാര് ബിൽ വിൽസനെ സഹായിച്ചത്. ഓൾസോ വർത്ത് നോട്ടിങ്, അപ്പൊ നമുക്ക് വീണ്ടും വില കൽപ്പിക്കേണ്ട കാര്യം എന്താണ്, ഇസ് ദാറ്റ് ദിസ് ഇംപ്രൂവ്മെന്റ്സ് ടു ദി ടെക്സ്റ്റ് റിമൂവ്ഡ് നത്തിങ് എസെൻഷ്യൽ ഫ്രം ദ ഏറിയർ വെർഷൻ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണ്, ഒന്നും നമ്മൾ റിമൂവ് ചെയ്തില്ല. അതിനകത്തെ പ്രധാനപ്പെട്ട എസെൻഷ്യൽ ആയിട്ടുള്ള ഭാഗങ്ങൾ നമ്മൾ എടുത്തുകൊണ്ട് മുൻകാലത്തിൽ നിന്ന് നോർ വാസ് എനിത്തിങ് ഓഫ് സിഗ്നിഫിക്കന്റ് ഇമ്പോർട്ടൻസ് ഡിലേറ്റഡ്, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രധാനപ്പെട്ടതായി പറയേണ്ട ഒരു കാര്യവും മാറ്റി കളഞ്ഞിട്ടില്ല. ഹിയർ ആസ് എൽസ്വെയർ സെന്റൻസ് ഹാവ് ബീൻ മോഡിഫൈഡ്, അതായത് ചില സെന്റൻസുകൾ ഇച്ചിരി കൂടി മോഡിഫൈ ചെയ്തു. ഫോർ ക്ലാരിറ്റി, കൃത്യതയ്ക്ക് വേണ്ടിയിട്ട്. റിമൂവ്ഡ് ഹോൾസെയിൽ ആസ് ബീങ് ഇറവലന്റ് ടു ദ പോയിന്റ് ബിൽ ഈസ് ടൈപ്പിംഗ് ടു മേക്ക്. അതായത് പോയിന്റിലേക്ക് എത്തുന്നതിന് പകരം ഒരു വലിയ രീതിയിൽ ഇറവലന്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അതിനോട് അനുയോജ്യമല്ലാത്ത പോയിന്റുകളെല്ലാം ഈ ബില്ല് പറയാൻ ശ്രമിച്ചപ്പോഴെല്ലാം അത് മാറ്റിക്കഴിഞ്ഞ് ഒരു വായനക്കാരന് എന്താണോ കൃത്യമായിട്ട് ആവശ്യമുണ്ടാകുന്നത് വേണ്ടത് അത് മാത്രം എടുത്തു വെച്ചു. ജഡ്ജിങ് ഫ്രം ദിസ് എക്സാമ്പിൾ, ഈ എക്സാമ്പിൾ നമ്മളൊരു വിധിക്ക് വേണ്ടി എടുക്കുമ്പോൾ ഇറ്റ് ഈസ് ക്ലിയർ, ഇത് വ്യക്തമാണ്. ദ എഡിറ്റേഴ്സ് ഡിഡ് ഇൻ ഫാക്ട് ഡു എ വണ്ടർഫുൾ ജോബ് ഓൺ ഷാർപ്പണിങ് അപ്പ് ദ കോണ്ടെക്സ്റ്റ് വിത്തൗട്ട് ലോസിങ് എനിത്തിങ് അറ്റ് ഓൾ. അതായത് നമുക്കൊരു കാരണം ഫാക്ട് മനസ്സിലാവും. ഫാക്ട് ഇതാണ്, എഡിറ്റേഴ്സ് ചെയ്തത് വലിയ മനോഹരമായ ഒരു ജോലിയാണ്. ഷാർപ്പണിങ് അപ്പ് ദ കോണ്ടെക്സ്റ്റ്, ബിഗ് ബുക്കിന്റെ ഓരോ ഉൾക്കാമ്പുകളും അവര് ഷാർപ്പൺ ചെയ്തു. അത് കഴിഞ്ഞിട്ട് വിത്തൗട്ട് ലൂസിങ് എനിത്തിങ് അറ്റ് ഓൾ, ഒന്നും നഷ്ടപ്പെടാതെ. വാട്ട് ബിൽ വിൽസൺ വാസ് ട്രൈങ് ടു സേ, എന്താണ് അദ്ദേഹം പറയാനായിട്ട് ശ്രമിച്ചത്. വൈൽ മോസ്റ്റ് ചേഞ്ചസ് വെയർ അലോങ് ദ ലൈൻസ് ഇല്ലുസ്ട്രേറ്റഡ് അബോവ്, അറ്റ് ടൈംസ് എൻറ്റയർ പാരഗ്രാഫ് ഓർ സെക്ഷൻസ് വെയർ ഡിലേറ്റഡ് ഫോർ ക്ലാരിറ്റി ഓഫ് ലാക്ക് ഓഫ് റിലവൻസ്. അതായത് ഈ പറയുന്ന ചില ലൈനുകള് നേരത്തെ പറഞ്ഞിരിക്കുന്ന ചില ലൈനുകളിൽ വിവരിച്ചിരിക്കുന്ന ചില കാര്യങ്ങള് പൂർണ്ണമായിട്ടോ എൻ്റെ പാരഗ്രാഫ് സെക്ഷൻ പൂർണ്ണമായിട്ടോ ഡിലേറ്റ് ചെയ്തു. എന്തുകൊണ്ടാണ്? ഫോർ ക്ലാരിറ്റി, കൃത്യതയ്ക്ക് വേണ്ടി. ഓർ ലാക്ക് ഓഫ് റിലവൻസ്, അതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ അവിടെ പറയേണ്ടതില്ല എന്നതുകൊണ്ട്. വൺ എക്സാമ്പിൾ ഈസ് ദ ഫോളോയിങ് ഡിലേറ്റഡ് പാരഗ്രാഫ് ദാറ്റ് ഹാഡ് ഒറിജിനലി അപ്പിയർഡ് ജസ്റ്റ് ബിഫോർ ദ 3 ക്വസ്റ്റ്യൻ സെക്ഷൻ ഓഫ് ദാറ്റ് there is a solution. അതായത് ഒരു പരിഹാരമുണ്ടെന്നല്ലേ 3 ചോദ്യങ്ങൾ ചോദിക്കുന്ന സെക്ഷനിലെ പാരഗ്രാഫില് ഒറിജിനലായിട്ട് അപ്പിയർഡ് ചെയ്തത് പ്രത്യക്ഷപ്പെട്ടത് എങ്ങനെയാണ്? ഫോർ എക്സാമ്പിൾ, ഒരു ഉദാഹരണം. ഇറ്റ് ഈസ് സർപ്രൈസിംഗ് ടു മോസ്റ്റ് ഓഫ് us that we have not developed a downright hatred for John Barleycorn and all of his works. അതായത് നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല, നമ്മൾ വികസിച്ചു വന്നത് ജോൺ ബാർലിക്കോൺ, അല്ലെങ്കിൽ മദ്യത്തിന്റെ പേരാണ്, അതിന്റെ കീഴിലാണ്. ഓൾ ഹിസ് വർക്ക്, നമ്മൾ അവരുടെ ജോലി ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ദാറ്റ് വി ഹാവ് നോട്ട് ബിക്കം ഇൻടോളറന്റ്, അതുകൊണ്ടാണ് നമ്മൾ അസഹനീയമായ രീതിയിൽ പ്രവർത്തിച്ചത്. ആൻഡ് ഇംപേഷ്യന്റ്, നമ്മൾ ക്ഷമയില്ലാത്തവരായത്. വിത്ത് ദോസ് ഹു ലൈക്ക് ടു ഡ്രിങ്ക്, നമ്മള് കുടിക്കുന്നവരെ ഇഷ്ടപ്പെട്ടത്. ഫോർ മെനി സിൻസിയർലി ബിലീവ് ദാറ്റ് they should not be deprived of an age-old privilege and pleasure just because a lot of people are softened and made sick by it. ചില ആളുകള് മൃദുലരമായിട്ട് പെരുമാറി, പക്ഷെ ചില ആളുകള് ഈ ജോൺ ബാർലിക്കോന്റെ ഈ പ്രവൃത്തിയിൽ ഇങ്ങനെ തുടർന്നു കഴിഞ്ഞപ്പോൾ അവർ അസുഖക്കാരായി മാറി. വി ആർ ഷുവർ വി ഹാവ് എ വേ ഓഫ് ലൈഫ് വിച്ച്, നമുക്കൊരു ജീവിത വഴിയുണ്ട്. ഇഫ് അഡോപ്റ്റഡ് ജനറലി, നമ്മളത് അഡോപ്റ്റ് ചെയ്താൽ, പൊതുവായി അഡോപ്റ്റ് ചെയ്യൽ, വുഡ് റെൻഡർ എക്സസീവ് ഡ്രിങ്കിങ് എ സ്റ്റുപ്പിഡ് ആൻഡ് ഇമ്പോസിബിൾ പ്രാക്ടീസ്. അതായത് കൂടുതലായി കുടിക്കുന്നത് ഒരു സ്റ്റുപ്പിഡ് ആയിട്ടുള്ള ഇമ്പോസിബിളും ആയിട്ടുള്ള പ്രാക്ടീസ് ആണ്, പരിശീലനമാണ്. മോസ്റ്റ് ഓഫ് us സ്ട്രോങ്ലി ഫീൽ, നമ്മൾക്ക് കൂടുതൽ പേർക്ക് മനസ്സിലാകും, ദാറ്റ് റിയൽ ടോളറൻസ് ഓഫ് അതർ പീപ്പിൾ ഷോർട്ട് കമ്മിങ്സ് ആൻഡ് വ്യൂ പോയിന്റ്സ്, മറ്റാളുകളുടെ സ്വഭാവ വൈകല്യങ്ങളും കാഴ്ചപ്പാടുകളും നമുക്ക് സഹിക്കുന്ന ആൻഡ് ഡീസന്റ് റെസ്പെക്ട് ഫോർ ദ ഒപ്പീനിയൻ ഓഫ് മാൻകൈൻഡ്, മനുഷ്യത്വപരമായിട്ടുള്ള ഡീസന്റ് ആയിട്ടുള്ള ബഹുമാനം, അഭിപ്രായങ്ങൾ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. ആർ ക്വാളിറ്റീസ്, അതൊരു ക്വാളിറ്റിയാണ് വിച്ച്
ഗ്രേറ്റ്ലി എൻഹാൻസ് അവർ യൂസ്ഫുൾനെസ് ടു അതേഴ്സ്. അതായത് നമുക്ക് അങ്ങനെ കൊടുത്തില്ലെങ്കിൽ നമുക്ക് യൂസ്ഫുൾ ആയിട്ട് മറ്റുള്ളവർക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല. ഫോർ ഇൻ ദ ലാസ്റ്റ് അനാലിസിസ് അവർ വെരി ലൈവ്സ് ആസ് എക്സ് ആൽക്കഹോളിക്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ കോൺസ്റ്റന്റ് തോട്ട്സ് ഓഫ് അതേഴ്സ് ആൻഡ് ഹൗ വി മേ ഹെൽപ്പ് മീറ്റ് ദെയർ നീഡ്സ്. അതായത് മുൻകാല കുടിയന്മാരെന്ന രീതിയിൽ നമ്മുടെ മറ്റുള്ളവരെ കുറിച്ചുള്ള ചിന്തകളും അവരെ എങ്ങനെ സഹായിക്കണമെന്നതിനെ ആശ്രയിച്ചാണ് ഇനി നമ്മളോടുള്ള നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിന്റെ ഇതെടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പാരഗ്രാഫ് കൊടുത്തിരിക്കുന്നത്. ആദ്യം കൊടുത്തിരിക്കുന്നത് ദിസ് റൺ ഓൺ പാരഗ്രാഫ് ക്യാൻ ഓൺലി ബി ഡിസ്ക്രൈബ്ഡ് ആസ് ആൻ എംബാരസ്മെന്റ് ഓഫ് റിച്ചസ്. അപ്പൊ ഇത് ഒരു മുതലാളിത്തത്തിനെതിരെ പറയുന്നത് പോലെ, അല്ലെങ്കിൽ അവർക്കൊരു എംബാരസ്മെന്റ് ഉണ്ടാക്കും. ഇറ്റ് പ്രസൻസ് എ നമ്പർ ഓഫ് റാൻഡംലി കണക്റ്റഡ് തോട്ട്സ്. ഈ ഒരു പാരഗ്രാഫില് നമുക്ക് തോന്നും പല പല കണക്ഷൻസ് ഉണ്ട്. അറ്റ് ബെസ്റ്റ് നീഡ് ടു ബി റീപാക്കേജ്ഡ് ഇൻ ടു സെവറൽ ഡിഫറെന്റ് പാരഗ്രാഫ്. അപ്പൊ ഇത് തന്നെ വീണ്ടും നമുക്ക് സെവറൽ ഡിഫറെന്റ് പാരഗ്രാഫുമായിട്ട് നമുക്ക് റീപാക്കേജ് ചെയ്യേണ്ടി വരും. ആസ് ഇറ്റ് സ്റ്റാൻഡ്സ് ഇങ്ങനെ നിൽക്കുമ്പോൾ ഇറ്റ് ഈസ് ആൻ എക്സലന്റ് എക്സാമ്പിൾ ഓഫ് ദ എവറിഥിങ് ബട്ട് ദ കിച്ചൺ സിങ്ക് ടൈപ്പ് ഓഫ്, അതായത് എല്ലാം കിച്ചൺ സിങ്ക് കൊണ്ടിടുന്ന തരത്തിലുള്ള ബിൽ വിൽസന്റെ ആ ടൈപ്പ് ഓഫ് റൈറ്റിംഗ്, ബിൽ വിൽസന്റെ അങ്ങനെയുള്ള എഴുത്തുകളിൽ ഒക്കേഷണലി അഡോപ്റ്റഡ് ഇൻ ദ ഏർലിയസ്റ്റ് അറ്റംപ്റ്റ്സ്. അതായത് ഇങ്ങനെയാണ് ബിൽ വിൽസൺ ആദ്യം അറ്റംപ്റ്റ് ചെയ്തിരുന്നത്. അറ്റ് സം പോയിന്റ് വിൽസൺ ഓർ മച്ച് മോർ ലൈക്ക്ലി വൺ ഓഫ് ദ ടു എഡിറ്റേഴ്സ്, വിൽസണും മറ്റ് രണ്ട് എഡിറ്റേഴ്സും റിയലൈസ്ഡ്, തിരിച്ചറിഞ്ഞു ജസ്റ്റ് ഹൗ ജംബിൾഡ് ദിസ് പാരഗ്രാഫ്, എങ്ങനെയാണ് ഈ പാരഗ്രാഫ് ചുരുക്കേണ്ടത്, വാസ് ആൻഡ് ഹൗ ഇറവലന്റ്, ഇതെന്ത് ഇറവലന്റ് ആണ്, ഇതിനോട് ഒരു യാതൊരു വിധത്തിലുള്ള അനുയോജ്യമായി നിൽക്കുന്നത്. ഇറ്റ് വാസ് ടു ബി ദ ആർഗ്യുമെന്റ്. ഇവിടെ നമുക്കൊരു ആർഗ്യുമെന്റ് ബീങ് മെയ്ഡ് അറ്റ് ദിസ് പോയിന്റ് ഇൻ ദ സ്റ്റോറി. ഈ കഥയിൽ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു തർക്കം ഉടലെടുക്കാനാണ് സാധ്യത കൂടുതൽ. ആൻഡ് വാസ് സിംപിളി ഡിലേറ്റഡ് റാദർ ദാൻ മോഡിഫൈഡ്. അതുകൊണ്ട് തന്നെ ഇത് പൂർണ്ണമായി എടുത്തു മാറ്റി, കാരണം അത് മോഡിഫൈഡ് ചെയ്യേണ്ട പോലും ആവശ്യമില്ല. അറ്റ് ദിസ് എക്സാമ്പിൾ, ഈ ഒരു ഉദാഹരണം നമ്മൾ നോക്കുമ്പോൾ കൺക്ലൂസീവ്ലി ഡെമോൺസ്ട്രേറ്റ് ദാറ്റ്, ഇത് സൂചിപ്പിക്കുന്നത് ഡിസ്പൈറ്റ് ബിൽസ് ഓൺ ഗോയിങ് മൈനർ ചേഞ്ചസ്, ചെറിയ മാറ്റങ്ങൾ മാത്രമല്ല, ദ ടെസ്റ്റ് വാസ് സ്റ്റിൽ ഡെസ്പറേറ്റ്ലി ഇൻ നീഡ് ഫോർ മച്ച് മോർ സബ്സ്റ്റാൻഷ്യൽ എഡിറ്റ്സ്. നമ്മുടെ ഈ ടെസ്റ്റുകൾ, പിന്നീട് അങ്ങോട്ടുള്ള ടെസ്റ്റുകളും എഡിറ്റേഴ്സിന് മുമ്പിൽ നന്നായി എഡിറ്റ് ചെയ്യേണ്ടതുണ്ട്. മെയ്ഡ് ബൈ ടോം യൂസൽ വൺസ് ഹി റിസീവ്ഡ് ദ മാൻസ്ക്രിപ്റ്റ് കിട്ടിയതിന് ശേഷം, ഓർ ബൈ ജാനറ്റ് ബ്ലെയർ ആഫ്റ്റർ ടോം ഷേപ്ഡ്. ജാനറ്റ് ബ്ലെയറിന്റെ കയ്യിൽ, ടോം യൂസൽ ഷേപ്പ് ചെയ്തതിനു ശേഷം ജാനറ്റ് ബ്ലെയറിന്റെ കയ്യിൽ കിട്ടുമ്പോഴും അതും ഷേപ്പ് ചെയ്യേണ്ടതുണ്ട്. റാഡിക്കൽ കട്ട്സ് വെയർ മെയ്ഡ്. വീണ്ടും എന്താണ് അവിടെ കട്ട് ചെയ്തെന്ന് നോക്കാം. ബിൽസ് ലോങ്സ്റ്റ് വേർഷൻ ഓഫ് ദെയർ ഈസ് എ സൊല്യൂഷൻ. അതായത് ബിൽ വിൽസന്റെ എഴുത്തില് ഒരു പരിഹാരമുണ്ടെന്നുള്ളത് കണ്ടെയ്ൻസ് ആൻ ഇംപ്രസീവ് ഓഫ് 5810 വേർഡ്സ്. 5810 വാക്കുകളിലാണ് ദെയർ ഈസ് എ സൊല്യൂഷൻ ഉണ്ടായിരുന്നത്. വൈൽ ദ ഷോർട്ടസ്റ്റ് ഈസ് റഫലി 5400 വേർഡ്സ്. പക്ഷെ അത് വെട്ടിക്കളഞ്ഞപ്പോൾ 5400 വാക്കുകളായി ചുരുങ്ങി. ആൻഡ് ദിസ് നമ്പേഴ്സ് ആർ റീസണബിളി ക്ലോസ് ടു ഹിസ് പ്രൊജക്റ്റഡ് ടാർഗറ്റ് ഓഫ് 5000 വേർഡ്സ് പെർ ചാപ്റ്റർ. ഇത് നമുക്കറിയാം, മുമ്പ് നമ്മൾ ഇത് പറഞ്ഞിട്ടുണ്ട്. ഒരു ചാപ്റ്ററിൽ 5000 വേർഡിൽ ഒതുക്കണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം, അതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. ഇപ്പൊ ഇവിടെ വെച്ചിട്ട് അദ്ദേഹത്തിന്റെ ഒരു കാര്യം മനസ്സിലായി. ഈ ചാപ്റ്റർ, അതായത് 5400 വാക്കുകൾ എന്നുള്ള അത് അദ്ദേഹത്തിന്റെ 5000 എന്നുള്ള വാക്കുകളോട് ഏകദേശം അടുത്ത് നിൽക്കുന്നതാണ്. ബട്ട് ദ മൾട്ടിലിത്ത് പ്രിന്റിംഗ് കണ്ടെയ്ൻസ് ഓൺലി 3616 വേർഡ്സ്. 3616 വാക്കുകളാണ് മൾട്ടിലിത്ത് പ്രിന്റിംഗിൽ ഉണ്ടായത്. എ ഡ്രാമാറ്റിക് 37% റിഡക്ഷൻ, അതായത് 37% അത് കുറച്ചു. ഓഫ് ദ ഷോർട്ടസ്റ്റ് സർവൈവിംഗ് ഒറിജിനൽ ടെസ്റ്റ്, അതായത് ഒറിജിനൽ ടെസ്റ്റിൽ നിന്ന് 37% ആണ് അദ്ദേഹം കുറച്ചത്. വൈൽ സം ഓഫ് ദിസ് എഡിറ്റ്സ് മേ ഹാവ് ബീൻ മെയ്ഡ് ബൈ ബിൽ വിൽസൺ ബിഫോർ ടേണിംഗ് ദ മാൻസ്ക്രിപ്റ്റ്. ഇതില് ഭൂരിഭാഗം കാര്യങ്ങളും, അല്ലെങ്കിൽ കുറച്ച് ഭാഗമെങ്കിലും ബിൽ വിൽസൺ എഡിറ്റ് ചെയ്ത് കളഞ്ഞതാണ് ടോം യൂസലിനെ മാനുസ്ക്രിപ്റ്റ് ഏൽപ്പിക്കുന്നതിന് മുമ്പ്. ഹിസ് ഓൺഗോയിങ് ചേഞ്ചസ്, അവന്റെ ചില മാറ്റങ്ങൾ, വേർ മോസ്റ്റ് ലൈക്ലി മിനിമൽ ആൻഡ് സിമിലർ ടു ദി വൺസ് ഷോൺ അബവ്. അപ്പൊ ഇങ്ങനെയുള്ള നമ്മൾ മുമ്പ് പറഞ്ഞ ചില ചേഞ്ചുകളാണ് മിനിമം ആയിട്ടോ അല്ലെങ്കിൽ തുല്യമായിട്ടോ അദ്ദേഹം മാറ്റിക്കളഞ്ഞത്. ആസ് റൂത്ത് പറയുന്നത് പോലെ, ദ ബുക്ക് വാസ് ജസ്റ്റ് ടു ലോങ്. ബുക്ക് ഒരു വലിയ പുസ്തകമാണ്. ആൻഡ് നോബഡി കുഡ് എഗ്രി ഓൺ ഹൗ ടു കട്ട് ഇറ്റ്. ആരും ഇത് കട്ട് ചെയ്യാൻ സമ്മതിച്ചില്ല. ഇഫ് നോബഡി, എസ്പെഷ്യലി ബിൽ വിൽസൺ, ആരും, പ്രത്യേകിച്ച് ബിൽ വിൽസൺ,
കുഡ് എഗ്രി ഓൺ ദ നെസസറി എഡിറ്റ്സിനെ പറ്റി, അല്ലെങ്കിൽ ഇങ്ങനെ അത്യാവശ്യപരമായിട്ടുള്ള എഡിറ്റിനെ പറ്റി സമ്മതിച്ചില്ല. ദെൻ ദോസ് മോർ റാഡിക്കൽ കട്ട്സ് കുഡ് ഓൺലി ഹാവ് ബീൻ ദ വർക്ക് ഓഫ് ആൻ ഔട്ട്സൈഡ് എഡിറ്റർ. അങ്ങനെയാണ് ആർക്കും അത് കട്ട് ചെയ്യാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് പുറമേ നിന്നുള്ള എഡിറ്റേഴ്സ് അത് കട്ട് ചെയ്യേണ്ടതായിട്ട് വന്നത്. ഇഫ് വി കമ്പൈൻ ദ നമ്പർ ഓഫ് വേർഡ്സ് ഇൻ ദ ഒറിജിനൽ വേർഷൻ ഓഫ് ദിസ് ടു സ്റ്റോറീസ്, അതായത് ഈ രണ്ട് കഥകളും, ബില്ലിന്റെ കഥയും ദെയർ ഇസ് എ സൊല്യൂഷൻ എന്ന് പറയുന്ന ഈ രണ്ട് കഥകളും കൂടി 11,157 വാക്കുകൾ ഉള്ളത്. ആൻഡ് കമ്പയർ ദാറ്റ് ടു എ സിമിലർ കൗണ്ട് ഫ്രം ദ മൾട്ടിലിത്ത് വേർഷൻ, അതായത് ബിഗ് ബുക്കിന്റെ ആദ്യത്തെ വേർഷൻ ആയിട്ടുള്ള മൾട്ടിലിത്തിൽ അത് 7,955 വാക്കുകളായി ചുരുങ്ങി. ഇറ്റ് ഷോസ് ദാറ്റ് ടു എഡിറ്റേഴ്സ് ഹാഡ് കട്ട് ഓൾമോസ്റ്റ് 29% ഫ്രം ദ ഒറിജിനൽസ്. ഇതിനർത്ഥം എന്ന് വെച്ചാൽ രണ്ട് എഡിറ്റർമാരും കൂടി 29% ഒറിജിനൽ ആയിട്ടുള്ള ഭാഗത്ത് നിന്ന് കട്ട് ചെയ്തു. ദിസ് സെയിം പെർസെൻറ്റേജ് മൈറ്റ് ഹോൾഡ് ട്രൂ ഫോർ ദ റെസ്റ്റ് ഓഫ് ദ ചാപ്റ്റർ. ഇത് തന്നെയാണ് മറ്റുള്ള ചാപ്റ്ററുകളിലും അവർ ഉപയോഗിച്ചത്. ബട്ട് ഇറ്റ് വുഡ് ഓൾസോ ബി റീസണബിൾ ടു പെർസ്യൂം ദാറ്റ് ബിൽസ് റൈറ്റിംഗ് became progressively better once he got serious about finishing the book in mid-September. പക്ഷേ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ബില്ലിന്റെ ആദ്യകാലത്തെ എഴുത്തുകളെക്കാളും കൂടുതൽ പുരോഗമനമുണ്ടായി പിന്നീട് അദ്ദേഹം സെപ്റ്റംബർ മാസത്തിന്റെ നടുക്ക് വെച്ച് മറ്റ് ചാപ്റ്ററുകൾ എഴുതാൻ തുടങ്ങിയപ്പോൾ. സോ ദ എഡിറ്റേഴ്സ് റിലേഷൻസ് മൈറ്റ് ഹാവ് ബീൻ ലെസ് ദാൻ ദോസ് മേഡ് ടു ഹിസ് ടു ഏർലിയസ്റ്റ് എഫേർട്ട്. അവന്റെ ആദ്യത്തെ രണ്ട് ബില്ലിന്റെ കഥയും ദെയർ ഈസ് എ സൊല്യൂഷനിൽ നിന്നും വ്യത്യസ്തമായി എഡിറ്റേഴ്സ് ഡിലേറ്റ് ചെയ്ത ഭാഗങ്ങൾ വളരെ ചുരുങ്ങിയതാണ് പിന്നീട്ടുള്ള ചാപ്റ്ററുകളിൽ. വൈൽ ഇറ്റ് ഈസ് പ്ലോസിബിൾ ടു ആർഗ്യൂ ദാറ്റ് ബിൽസ് പ്രോസ് വുഡ് ഹാവ് നെസസറിലി ഇംപ്രൂവ്ഡ് ആസ് എ ബുക്ക് പ്രോഗ്രസ്. ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, ബുക്കിന്റെ എഴുത്തിലുള്ള വികസനത്തിൽ ബിൽ വിൽസൺ വീണ്ടും അത്യാവശ്യമായിട്ടുള്ള ഒരു പ്രോഗ്രഷൻ, അല്ലെങ്കിൽ ഒരു വികസനം അവന്റെ എഴുത്തുകളിൽ ഉണ്ടായി. ഇറ്റ് ഈസ് മോർ ഡിഫിക്കൽട്ട് ടു അസസ് ദ എഫക്ട് ഓഫ് ദ ഓൺഗോയിങ് സജഷൻസ് ആൻഡ് ഇൻസർഷൻസ് ദാറ്റ് മൈറ്റ് ഹാവ് ബീൻ മെയ്ഡ് ബൈ ദ മെമ്പേഴ്സ് ഓഫ് ദ ന്യൂയോർക്ക് ഫെലോഷിപ്പ്. അപ്പോൾ ഇറ്റ് ഈസ് മോർ ഡിഫിക്കൽട്ട് ടു അസസ്, എന്തൊക്കെയാണ് വളരെ ബുദ്ധിമുട്ടാണ്, എന്തൊക്കെയാണ് ന്യൂയോർക്കിലെ ഫെലോഷിപ്പിലുള്ള ആളുകൾ അവന് നിർദ്ദേശങ്ങളായിട്ടും അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കുന്നതിലേക്കൊക്കെ ആയിട്ട് കൊടുത്തതെന്നുള്ളത് കണക്ക് കൂട്ടാൻ ബുദ്ധിമുട്ടാണ്. വൈൽ ദിസ് മേ ഹാവ് ഇംപ്രൂവ്ഡ് ടു അതർ 9 expositional chapter leaving them in much less needed of drastic cutting when the manuscript was finally delivered into the editor's hand. It is just as likely that the suggestions Wilson had to cobble into his own text were more among the probable suspects for later deletion or serious modifications. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ന്യൂയോർക്ക് ഫെലോഷിപ്പിന്റെ ഈ പറയുന്ന സജഷൻസും ഇൻസർഷൻസും കൂട്ടിച്ചേർക്കലുകളെല്ലാം നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു 9 ചാപ്റ്ററുകൾ പിന്നീട് എഴുതേണ്ടി വരും. ലിവിങ് ദം ഇൻ മച്ച് ലെസ് നീഡഡ് ടു ഡ്രാസ്റ്റിക് കട്ടിങ്. അതുകൊണ്ടാണ് എഡിറ്റേഴ്സ് ഈ മാനുസ്ക്രിപ്റ്റ് എഡിറ്റേഴ്സിന്റെ ഹാൻഡിൽ നിന്ന് കൈകളിലൂടെ പോയി കട്ട് ചെയ്യേണ്ടി വന്നു. ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ലി ദാറ്റ് ദ സജഷൻസ് വിൽസ് ഹാഡ് ടു കോബിൾ ഇൻ ടു ഹിസ് ഓൺ ടെക്സ്റ്റ് വേർ അമംഗ് ദ പ്രോബബിൾ സസ്പെക്ട്സ് ഫോർ ലേറ്റർ ഡിലേഷൻ ഓർ സീരിയസ് മോഡിഫിക്കേഷൻസ്. അതാകട്ടെ ബിൽ വിൽസനെ സംബന്ധിച്ചിടത്തോളം ലേറ്ററില് പിൽക്കാലത്ത് പല ഡിലേഷൻസ് വന്നതിനും സീരിയസ് ആയിട്ടുള്ള മോഡിഫിക്കേഷൻസ് വരുത്തുന്നതിനും വേണ്ടിയായിട്ടാണ്. അപ്പൊ എഡിറ്റേഴ്സിന്റെ ഹാൻഡിലൂടെയാണ് അത് നടന്നത്. വിത്തൗട്ട് ദ പ്രീ മൾട്ടിലിപ്ത് വേർഷൻ ഓഫ് ദ 9 later chapters there is no way of determining exactly how much the editors cut from the initial manuscript they were given. നമുക്ക് ഈ പ്രീ മൾട്ടിലിപ്ത് വേർഷൻ കയ്യിലില്ലായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ പിന്നീടുള്ള പിന്നീടുള്ള ചാപ്റ്ററുകളിലെല്ലാം നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല എത്രമാത്രമാണ് എഡിറ്റേഴ്സ് കട്ട് ചെയ്തത്, അല്ലെങ്കിൽ ഫിനിഷഡ് ആയിട്ടുള്ള മാനുസ്ക്രിപ്റ്റിൽ എത്രമാത്രം കട്ട് ചെയ്ത് നമുക്ക് കഴിയില്ല. ബട്ട് ദ എക്സാമ്പിൾ അബവ് സ്ട്രോങ്ലി സജസ്റ്റ്, ഇപ്പൊ മുൻ ഉദാഹരണങ്ങൾ വിവരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ജിം ബോർവെൽ മേ ഹാവ് ബീൻ ഓൺ ദ ലോ സൈഡ് വെൻ ഹി ക്ലെയിംഡ് ദർ വാസ് സം ലെസ് ദാൻ 20% ഡിലേഷൻ ഓഫ് ടെസ്റ്റ്. ഇപ്പൊ 20% ഡിലേഷൻ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതൊരു സൈഡിലുള്ള ഒരു അഭിപ്രായം മാത്രമായിരിക്കും. ആൻഡ് റൂത്ത് ഹോക്ക് മേ ഹാവ് ബീൻ എ ബിറ്റ് ഹൈ വിത്ത് ഹർ ഒറിജിനൽ എസ്റ്റിമേറ്റ് ദാറ്റ് ദ എഡിറ്റേഴ്സ് കട്ട് ദ ബുക്ക് ബൈ അറ്റ് ലീസ്റ്റ് എ തേർഡ്. റൂത്ത് ഹോക്ക് പറഞ്ഞത് എന്താണ്, 3 ഭാഗങ്ങളായി ബുക്കിനെ ഡിലേറ്റ് ചെയ്ത് കളഞ്ഞു എന്നാണ്. ദ പെർസെൻറ്റേജ് ഡിലേറ്റഡ് പ്രോബബ്ലി ഫെൽ സംവെയർ ഇൻ ബിറ്റ്വീൻ ദിസ് ടു. ഈ രണ്ട് പറഞ്ഞ അഭിപ്രായങ്ങളുടെ ഇടയിലാകാം
എന്തൊക്കെയാണ് ഡിലേറ്റ് ചെയ്ത് കളഞ്ഞതെന്ന് നമുക്ക് കിട്ടുന്നത് അതിന്റെ ഉത്തരം. ഹൗവർ ഗിവൺ ദിസ് നമ്പേഴ്സ്, ഇപ്പൊ നമുക്ക് ഈ ഉത്തരം കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഈ നമ്പർ കിട്ടുമ്പോൾ ബിൽ വിൽസൺ ക്ലെയിം ദാറ്റ്, ബിൽ വിൽസൺ പറയുന്നത് അതർ ദാൻ റെസ്പോൺസ് പ്രൊസീഡിംഗ് സ്റ്റോറി ഇൻ ദ ബുക്ക്, അതായത് ബിഗ് ബുക്കിൽ അവന് ആദ്യത്തെ വ്യക്തികഥകളിൽ നിന്ന് മാറ്റി ആദ്യത്തെ കഥയായി ബില്ലിന്റെ കഥ വെച്ചതിന് പകരമായി അത് മാത്രമല്ല ദ എഡിറ്റേഴ്സ് മേഡ് ഓൺലി കോസ്മെറ്റിക് ചേഞ്ചസ് ഇസ് വോഫുള്ളി ഇന്നാക്കുറേറ്റ്, അതായത് കോസ്മെറ്റിക് ആയിട്ടുള്ള മനോഹരമാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ബുക്ക് വാക്കുകളൊക്കെ മാറ്റിയിട്ട് മനോഹരമാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ദ എഡിറ്റേഴ്സ് ഡിഡ് മോർ ദാൻ ജസ്റ്റ് ഷാർപ്പൺ അപ്പ് ദ ഇംഗ്ലീഷ്, അതായത് ഇംഗ്ലീഷ് ഷാർപ്പൺ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ദ ഡിഡ് സോ ബൈ മേക്കിംഗ് ബോത്ത് സബ്സ്റ്റൻസീവ് ഡിലേഷൻസ് ആൻഡ് സിഗ്നിഫിക്കൻറ്റ് കറക്ഷൻസ് ടു ദ ടെക്സ്റ്റ്. അങ്ങനെ അവര് അത്യാവശ്യപരമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുകയും ഡിലേറ്റ് ചെയ്യുകയും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കറക്ഷൻസ് വരുത്തുകയും ചെയ്തിട്ടുണ്ട്. ജാനറ്റ് പ്ലെയേഴ്സ് കോൺട്രിബ്യൂഷൻ, ജാനറ്റ് പ്ലെയറിന്റെ കോൺട്രിബ്യൂഷൻ എന്താണ്? അദ്ദേഹം അവള് എഡിറ്ററാണ്. അതർ ദാൻ മൂവിംഗ് ബിൽ സ്റ്റോറി, ബില്ലിന്റെ കഥ ആദ്യത്തെ ചാപ്റ്ററായി വെച്ചത് കൂടാതെ അപ് ടു ദ ഫ്രണ്ട് ഓഫ് ദ ബുക്കിന്റെ ഏറ്റവും ആദ്യം വെച്ചത് കൂടാതെ ആൻഡ് ഹിസ് പോസിബിൾ കോൺട്രിബ്യൂഷൻസ്, അവളുടെ പോസിബിൾ കോൺട്രിബ്യൂഷൻ എന്താണ്? ടു ദ എഡിറ്റ്സ് ഡിസ്ക്രൈബ്ഡ് അബവ്. We do not know what specific changes Tom Ussel made to the manuscript, but we do know a bit more about the edits Janis Blair made. ടോം യൂസൽ എന്തൊക്കെയാണ് മാനുസ്ക്രിപ്റ്റിൽ എഡിറ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതലായി നമുക്ക് ജാനറ്റ് ബ്ലെയർ എന്തൊക്കെയാണ് മേഡ് ചെയ്തത് എന്നുള്ളത് നമുക്ക് കൃത്യമായി അറിയാം. വെൻ ഷീ ഫൈനലി റിസീവ്ഡ് ദ മാനുസ്ക്രിപ്റ്റ്, അതായത് ടോം യൂസൽ എഡിറ്റ് ചെയ്തതിനു ശേഷം ജാനറ്റ് ബ്ലെയറിന്റെ അടുത്ത് ഈ മാനുസ്ക്രിപ്റ്റ് കിട്ടിയപ്പോൾ ഇറ്റ് ഹാഡ് ഓൾറെഡി ബീൻ റീഫോർമേറ്റഡ് അക്കോർഡിംഗ് ടു യൂസർ സജഷൻസ്. യൂസലിന്റെ സജഷൻസ്, നിർദ്ദേശങ്ങൾ പ്രകാരം അത് രൂപാന്തരം പ്രാപിച്ചിരുന്നു. ആൻഡ് ദിസ് ക്രിയേറ്റഡ് സം ഇമ്മീഡിയറ്റ് പ്രോബ്ലം ഫോർ ഹെർ, അത് അവൾക്കൊരു പ്രശ്നമുണ്ടാക്കി. വെൻ ജസ്റ്റ് 2 ചാപ്റ്റേഴ്സ് ഓഫ് ദ ബുക്ക് വെയർ അവൈലബിൾ, 2 ചാപ്റ്ററുകൾ മാത്രമേ അന്നേരം അവൈലബിൾ ആയുള്ളൂ. ദെയർ ഈസ് എ സൊല്യൂഷൻ ഹാഡ് ഓൾവേസ് കം ബിഫോർ ബിൽ സ്റ്റോറി. ദെയർ ഈസ് എ സൊല്യൂഷൻ എന്ന് പറയുന്ന ആ ഭാഗം ബില്ലിന്റെ കഥയ്ക്ക് ദെയർ ഈസ് എ സൊല്യൂഷൻ ഹാഡ് ഓൾവേസ് കം ബിഫോർ ബിൽ സ്റ്റോറി. ബില്ലിന്റെ കഥയ്ക്ക് മുമ്പാണ് ഒരു പരിഹാരമുള്ള കഥ അവൾക്ക് കിട്ടുന്നത്. ബട്ട് നൗ വിത്ത് ടോംസ് റീ ഓർഡറിങ്, ഇപ്പോൾ ടോം അത് റീ ഓർഡർ ചെയ്തിരിക്കുന്നു. ഷി ഫൗണ്ട് ദ ഓപ്പണിംഗ് ഓഫ് ദ ന്യൂ ചാപ്റ്റേഴ്സ് ടു കൺഫ്യൂസിങ്. ഈ 2 ചാപ്റ്ററുകളും ഓപ്പൺ ചെയ്യുന്നത് അവൾക്കൊരു കുഴപ്പത്തിലാക്കി. ഓൺ മൺഡേ, തിങ്കളാഴ്ച ദിവസം ഫെബ്രുവരി 6-ന്, ആഫ്റ്റർ ഹർ ഫസ്റ്റ് വീക്കെൻഡ്സ് വർക്ക് ഓൺ ദ ബുക്ക്, ആദ്യത്തെ ആഴ്ചയിലെ അവസാനത്തെ ആഴ്ചയിലെ ഈ ബുക്ക് വർക്കുകൾ ചെയ്തതിനു ശേഷം ഷീ റോട്ട് ഹാങ് പി എക്സ്പ്രസിങ് ഹെർ കൺസേൺസ് ആൻഡ് ഓഫറിംഗ് എ സൊല്യൂഷൻ. അതായത് അവളുടെ ചില കൺസേണുകളും ആ കൺസേണുകൾക്ക് ചില പരിഹാരവും അവൾ ഓഫർ ചെയ്യാണ്. ഡിയർ മിസ്റ്റർ ഹാങ് പി അല്ലെങ്കിൽ പാർക്കർസ്റ്റ്, ഐ ആം എൻക്ലോസിംഗ് ചാപ്റ്റർ 1 and 2. ഞാൻ ചാപ്റ്റർ 1ഉം 2ഉം ഇതിനോടൊപ്പം വെക്കുന്നുണ്ട്. ഇറ്റ് ഈസ് ഓൾസോ സോ അമേസിംഗ്ലി ഇൻട്രസ്റ്റിംഗ്. ഇത് വായിക്കുമ്പോൾ വളരെ താല്പര്യമുണ്ട്. ആൻഡ് ഐ ഫീൽ ദ അർജൻസി ഓഫ് ഗെറ്റിംഗ് ഇറ്റ് ഔട്ട് സോ നീലി ദാറ്റ് ഐ ആം അറ്റംപ്റ്റഡ് ടു റഷ് അഹെഡ്. അപ്പോൾ എനിക്കൊരു വലിയ അർജന്റ് ഉണ്ട് ഇത് എഡിറ്റ് ചെയ്യാനായിട്ട്. ഞാൻ റഷ് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് 1-2 കാര്യങ്ങൾ അറിയണം. ബട്ട് റിമെമ്പറിംഗ് വാട്ട് യു സെഡ്, ഞാൻ നീ പറഞ്ഞ കാര്യം ഓർക്കുന്നുണ്ട്. ഐ ഹാവ് ഗോൺ ഓവർ ദീസ് 2 ചാപ്റ്റേഴ്സ് ഈച്ച് 3 times. അതായത് 3 പ്രാവശ്യമെങ്കിലും ഓരോ ചാപ്റ്ററുകൾ വായിക്കണമെന്ന് നീ എന്നോട് പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. ഐ കുഡ് നെവർ സേ ഐ ഫൈൻഡ് ദാറ്റ് ദിസ് ഈസ് ദ ബെസ്റ്റ് ഐ ക്യാൻ ഡു. എനിക്ക് പറയാൻ കഴിയില്ല, പക്ഷെ എനിക്ക് കഴിയുന്നതനുസരിച്ച് ഞാൻ വായിച്ചു. ഹു കുഡ് ബട്ട് വിത്തിൻ റീസണബിൾ ലിമിറ്റ്സ് ഇറ്റ് ഈസ്. മിസ്റ്റർ ഹാങ് പി, മേ ഐ സേ എ വേർഡ് അബൌട്ട് ദ കണ്ടിന്യൂറ്റി? ഇറ്റ് ബോദേഴ്സ് മീ എ ബിറ്റിൽ. എനിക്ക് ഒരു തുടർച്ചയ്ക്ക് എനിക്ക് ഒരു പ്രശ്നമുണ്ട്, അതെന്നെ ശല്യപ്പെടുത്തുന്നുണ്ട്. ചാപ്റ്റർ 1, ഒന്നാമത്തെ കാര്യം ചാപ്റ്റർ 1 ഈസ് ബിൽ സ്റ്റോറി. ബില്ലിന്റെ കഥയല്ലേ ആദ്യം വെക്കേണ്ടത്. ബിൽ സ്റ്റോറി ഇൻക്ലൂഡ്സ് എ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ടെറിബിൾ ഡയലാമ ഇൻ അതായത് ഈ പറയുന്ന മദ്യാസക്തിയുടെ വിവരണത്തെ കുറിച്ച് പറയാനാണ് ബില്ലിന്റെ കഥ ഉപയോഗിക്കുന്നത്. ഇൻ വിച്ച് ഹി വാസ് വെൻ ഹിസ് ഫ്രണ്ട് കെയിം ടു ഹിം, അതായത് അവന്റെ വിദ്യാലയ സുഹൃത്ത് അവന്റെ വീട്ടിൽ വന്നു എന്ന് പറയുന്നുണ്ട്. ഇറ്റ് ഇൻക്ലൂഡ് ദാറ്റ് ദ ഡോക്ടർ തോട്ട്, അതും ഡോക്ടറിന്റെ ചിന്തയും കൂടി വെക്കുന്നുണ്ട്. ഇറ്റ് ഇൻക്ലൂഡ്സ് എ ബ്രീഫ് അക്കൗണ്ട് ഓഫ് ദ ഫെലോഷിപ്പ്, ഇറ്റ് ടെൽസ് ദ സൊല്യൂഷൻ. അവിടെ ഒരു ഫെലോഷിപ്പിനെ പറയുന്നുണ്ട്, ഒരു പരിഹാരത്തെ പറ്റിയും പറയുന്നുണ്ട്. വെൻ ഐ സ്റ്റാർട്ടഡ് ചാപ്റ്റർ 2, പക്ഷെ ഞാൻ എപ്പോഴാണോ 2ാമത്തെ അധ്യായം വായിക്കാൻ തുടങ്ങിയപ്പോൾ ഐ തോട്ട് ഫ്രം ദ ഫസ്റ്റ് ലൈൻ, ഞാൻ ആദ്യത്തെ ലൈൻ മുതൽ ചിന്തിക്കുന്നത് ഐ വാസ് ബിഗിനിങ് ദ സ്റ്റോറി ഓഫ് അനദർ മാൻ ആസ് ഫസ്റ്റ് പേജ് ഇസ് ജസ്റ്റ് ദാറ്റ്. മറ്റാരുടെയോ കഥ പറയുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഓൺ പേജ് 2, 2ാമത്തെ പേജിൽ യു ലീവ് ഹിം ആൻഡ് ഗോ ഓൺ ടു ടെൽ ഓഫ് ദ ഫെലോഷിപ്പ് ആൻഡ് ആൽക്കഹോളിസം ഇൻ ജനറൽ. അതായത്
ബില്ലിനെ വിട്ടതിന് ശേഷം ഫെലോഷിപ്പിനെ കുറിച്ചും ആൽക്കഹോളിക്സിനെ കുറിച്ചും പൊതുവായിട്ടാണ് പറയാൻ ശ്രമിച്ചത്. ഓൺ പേജ് 8 യു റിട്ടേൺ ടു ദി മെൻ. അപ്പൊ 8ാമത്തെ പേജിലാണ് വീണ്ടും ആ മനുഷ്യലേക്ക് തിരിച്ചു വരുന്നത്. ആൻഡ് ഫോർ അബൌട്ട് എ പേജ് ടെൽ us more about him. The rest of the chapter is general. In chapter 2 you never mention Bill or his friend. ബില്ലിനെ പറ്റിയോ അവന്റെ കൂട്ടുകാരനെ പറ്റിയോ 2ാമത്തെ ചാപ്റ്ററിൽ പറയുന്നില്ല. Although the solution as you all chapter 2 is given in chapter 1. എന്നിരുന്നാൽ ചാപ്റ്റർ 2 നിങ്ങൾ എല്ലാത്തിനും പരിഹാരം കൊടുക്കുന്നുമുണ്ട്. ഐ എം നോട്ട് സജസ്റ്റിംഗ് എ ചേഞ്ച്. ഞാനൊരു മാറ്റത്തിന് വേണ്ടി പറയുന്നതല്ല. മേ ബി ഐ ആം ദ വൺ ഹൂ ഇസ് ബിഫോഗ്ഡ്. ഞാൻ ഇതിനകത്ത് ഒരു മേഘപടലങ്ങളിൽ ഉൾപ്പെട്ട പോലെ ആയിപ്പോയി. ബട്ട് ഐ ആം സപ്പോസ് ടു റീപ്രസെന്റ് ദ റീഡർ. ഞാൻ റീഡറിനെ അല്ലെങ്കിൽ വായനക്കാരനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് പറയുകയാണ്. ആൻഡ് ഐ ഫെൽറ്റ് ഐ ഷുഡ് ടെൽ യു ദിസ്. ഞാൻ നിന്നോട് അങ്ങനെ പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അറ്റ് ദിസ് മൂമെന്റ്, ഈ സമയത്ത്, ഇറ്റ് സീം ടു മീ ഇറ്റ് വുഡ് ഹാവ് ബീൻ സ്മൂത്തർ ടു സ്റ്റാർട്ട് ചാപ്റ്റർ 2 ഓൺ പേജ് 2. അതായത് ചാപ്റ്റർ 2 എന്ന് പറയുന്ന ഭാഗം ഓൺ പേജ് 2 വി ഓഫ് ആൽക്കഹോളിക്സ് അനോണിമസ്, അതായത് വി ഓഫ് ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് പറയുന്ന 2ാമത്തെ പേജ്, നോ 100 men who were once just as hopeless as Bill. ബില്ലിനെ പോലെ തന്നെ 100 കണക്കിനുള്ള ഞങ്ങൾ, പ്രതീക്ഷാരഹിതരായ ഞങ്ങൾ എന്ന് പറയുന്ന ഭാഗം ചാപ്റ്റർ 2-ന്റെ ആദ്യത്തെ പേജ് 2-ല് 2ാമത്തെ പേജിൽ വെക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയാണ്, അവൾ ആവശ്യപ്പെടുകയാണ്. Then somewhere in the chapter, say at the bottom of page 8, പിന്നീട് പേജ് 8-ല് ഇങ്ങനെ പറയുന്നുണ്ട്, പുട്ട് ഇൻ പേജ് 1. ഈ 1ാമത്തെ ഭാഗം പേജ് 8-ലേക്ക് കൊണ്ടുവയ്ക്കുക. അബൌട്ട് ദ മെൻ ഹു കൺസൾട്ട് ദ യൂറോപ്യൻ ഡോക്ടർ. പ്രത്യേകിച്ച് ആ യൂറോപ്യൻ ഡോക്ടറോട് കൺസൾട്ട് ചെയ്യുന്ന ആളുടെ കാര്യം. Tell all about him that you have in this chapter told in 2 different places, then finish the chapter as you have it. അങ്ങനെ എല്ലാത്തിനെയും കുറിച്ച് ഈ ചാപ്റ്ററിന്റെ 2 ഭാഗങ്ങളായി, 2 വ്യത്യസ്ത സ്ഥലങ്ങളായി പറഞ്ഞുകൊണ്ട് ഈ ചാപ്റ്റർ അവസാനിപ്പിക്കുക. ഇൻ അതർ വേർഡ്സ്, അത് കൂടാതെ ബിൽ സ്റ്റോറി ആസ് ടോൾഡ് ഇൻ ഡീറ്റെയിൽ ഇൻ ചാപ്റ്റർ 1. ഏതായാലും ചാപ്റ്റർ 1-ല് ബില്ലിന്റെ കഥ പൂർണ്ണമായി പറഞ്ഞിട്ടുണ്ട്. ഈസ് മോസ്റ്റ് ഇംപ്രസീവ്. അത് വലിയ താല്പര്യമുള്ള ദാൻ ദ ഷോർട്ടർ അക്കൗണ്ട് ഓഫ് ദ മെൻ ആൻഡ് എ ബെറ്റർ ലീഡ് ഓഫ് ഫോർ ദ റിമാർക്ക് വിത്ത് വിച്ച് പേജ് 2 സ്റ്റാർട്ട്. അപ്പോൾ അത് 2ാമത്തെ പേജ് അധ്യായം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് വായനക്കാരനിലേക്ക് ഒരു അഭിവാഞ്ചം ഉണ്ടാക്കിയെടുക്കും. ഐ ഹാഡ് ബി ഓഫുള്ളി ഗ്ലാഡ് ടു ഹാവ് എ ലൈൻ ടു യുവർ റിയാക്ഷൻ ടു മൈ മാർക്കിങ്സ്. അപ്പൊ എന്റെ ഈ വിവരണത്തിന് നീ എനിക്ക് 2 വരി കുറിച്ചെഴുതണം. സിൻസിയർലി, ജാനറ്റ് ബ്ലെയർ. 2 more chapters will be mailed Tuesday. 2 ചാപ്റ്ററും കൂടി ഞാൻ ചൊവ്വാഴ്ച തിരിച്ചയക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവളെ കത്ത് അവസാനിപ്പിക്കുന്നത്. നമുക്ക് പിന്നീടുള്ള ഭാഗം നമുക്ക് അടുത്ത ദിവസം എപ്പോഴാണോ സംസാരിക്കാം. താങ്ക് യു. കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക് യു.